Hello, dear friends. Welcome to Physics by Grace YouTube channel. This is Dr. Saju K. John from Grace Institute of Advanced Physics. നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത് കെമിസ്ട്രി പാർട്ടാണ്. ഫിംഗർ പ്രിന്റ് സെർച്ചർ, അതുപോലെ HSF ഫിസിക്കൽ സയൻസ്, ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള കെമിസ്ട്രി പാർട്ടാണ്. അതേപോലെ തന്നെ സയന്റിഫിക് ഓഫീസർ ഡോക്യുമെന്റ്സ്, ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള കെമിസ്ട്രി പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഫിസിക്സുകാർക്ക് ആവശ്യമായിട്ടുള്ള കെമിസ്ട്രിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ പറയാനുള്ള കാരണം ഇതാണ്, ഫിസിക്സുകാർ +1 +2 കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടാവും. ഭൂരിഭാഗം പേരും ഡിഗ്രിക്ക് സബ്സിഡിയറി ആയിട്ട് കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടാവും. ചിലർ ഡിഗ്രിക്കും സബ്സിഡിയറി ആയിട്ട് കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ല. അങ്ങനെയുള്ളവർക്ക് കെമിസ്ട്രി ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാം. അങ്ങനെയുള്ളവർക്ക് എങ്ങനെ ഈസി ആയിട്ട് കെമിസ്ട്രി പഠിക്കാം, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മളതിൽ ചെയ്യുന്നൊരു മെത്തേഡ് എന്ന് വെച്ചാൽ, ക്വസ്റ്റ്യൻ പേപ്പറുകൾ മുമ്പ് ചോദിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് ഫിംഗർ പ്രിന്റ് സെർച്ചർ, അതുപോലെ സയന്റിഫിക് ഓഫീസർ ഡോക്യുമെന്റ്സ്, HSA, അതിലൊക്കെ അങ്ങനെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഏകദേശം 6ഓളം ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. അതിലൊക്കെ വരുന്ന ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകൾ എടുത്തിട്ട് അത് ഡീറ്റെയിൽ ആയിട്ട് അതിൽ പിന്നീട് ചോദിക്കാവുന്ന, ഐ മീൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ബോണ്ട് ഓർഡറിനെ പറ്റിയാണ്. ബോണ്ട് ഓർഡർ അല്ലെങ്കിൽ മോളിക്കുലർ ഓർബിറ്റൽ തിയറിയും ബോണ്ട് ഓർഡറും അതിനെ റിലേറ്റ് ചെയ്യുന്ന MCQs, മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻസും മുമ്പ് വേറെ ചില എക്സാംസിൽ, പ്രത്യേകിച്ച് നീറ്റിനൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നോക്കൂ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ബോണ്ട് ഓർഡർ ഓഫ് O2 2- അയോൺ ഈസ്. O2 2- അയോണിൻ്റെ ബോണ്ട് ഓർഡർ ആണ് നമ്മൾ O2 2- അയോണിൻ്റെ ബോണ്ട് ഓർഡർ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അപ്പോൾ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബേസിക്കലി അറിയേണ്ട കാര്യം ഇതാണ്. നമുക്കറിയാം, ബോണ്ട് ഓർഡർ എന്നുള്ളത് മോളിക്കുലർ ഓർബിറ്റൽ തിയറി എന്ന് വരുന്നതാണ്. വാലൻസ് ബോണ്ട് തിയറി എന്നൊരു തിയറി ഉണ്ട്. അതിന് കുറേ ലിമിറ്റേഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് മോളിക്കുലർ ഓർബിറ്റൽസ് തിയറി പറയുന്നത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ആറ്റങ്ങൾ കമ്പൈൻ ചെയ്ത്, നമുക്കറിയാം ഹൈഡ്രജൻ മോളിക്യൂളായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 ഹൈഡ്രജൻ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടാവും. അതുപോലെ ഓക്സിജൻ, പ്രത്യേകിച്ച് ഗ്യാസ് എല്ലാം മോളിക്യൂൾസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അല്ലേ? മോളിക്യൂൾസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് മോളിക്യൂൾസിൽ ഇലക്ട്രോൺസിൻ്റെ ഫില്ലിംഗ് വരുന്നത്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, മോളിക്കുലർ ഓർബിറ്റൽ തിയറി പറയുന്നതാണ്, ആറ്റംസ് കമ്പൈൻ ചെയ്യുമ്പോൾ അവരുടെ ആറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ട് മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യും. ആ മോളിക്കുലർ ഓർബിറ്റൽസിനെ പറ്റിയാണ് മോളിക്കുലർ ഓർബിറ്റൽ തിയറി പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, 2 ആറ്റങ്ങൾ, ഇപ്പോൾ ഒരു ഹൈഡ്രജൻ ആറ്റത്തിന് ആറ്റോമിക് ഓർബിറ്റലാണ് ഇവിടെ 1s ഓർബിറ്റൽ, അതുപോലെ വേറൊരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ 1s ഓർബിറ്റൽ, അത് കമ്പൈൻ ചെയ്യുമ്പോൾ 2 മോളിക്കുലർ ഓർബിറ്റൽ ഫോം ചെയ്യുകയാണ്. അത് σ1s σ*1s. ഇത് 2 ലെവലിൽ എഴുതാനുള്ള കാരണം ഇതാണ്, σ1sനേക്കാൾ എനർജി കൂടുതലാണ് σ*1sന്. അപ്പോൾ ചില കേസിൽ ഇപ്പോൾ നിങ്ങൾ ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഇപ്പോൾ 1s ഒക്കെ s ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് σ ഓർബിറ്റൽസ് ആണ് നമ്മൾ പറയാം. ഓക്കെ, അതേപോലെ അതേസമയം p ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുമ്പോൾ അവിടെ 2 രീതിയിലുള്ള കോമ്പിനേഷൻ ഉണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ സൈഡ് വേസ് ലാറ്ററൽ ഓവർലാപ്പ് വരുമ്പോൾ പൈ ഓർബിറ്റൽസ് ഫോം ചെയ്യാം. ഓക്കെ, ഇത് πp ആണ്, ഇത് π*p ആണ്. ഓക്കെ, ഇതിന് നമ്മൾ സ്റ്റാർ വരുന്നത് നമ്മൾ ആൻറ്റി ബോണ്ടിങ് എന്നാണ് വിളിക്കുക. ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റൽസ്. 2 തരം ഓർബിറ്റൽ, മോളിക്കുലർ ഓർബിറ്റൽ തിയറി അങ്ങനെ പറയുന്നത് 2 തരം ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ 1s കമ്പൈൻ ചെയ്യുമ്പോൾ 2 ആറ്റോമിക് ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്യുമ്പോൾ 2 മോളിക്കുലർ ഓർബിറ്റൽസ് ആണ് ഫോം ചെയ്യുന്നത്. 2 ആറ്റോമിക് ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്യുമ്പോൾ 2 മോളിക്കുലർ ഓർബിറ്റൽസ് ആണ് ഫോം ചെയ്യുന്നത്. അതിൽ ഒരെണ്ണം ബോണ്ടിങ് ആണ്. ഇതാണ് സ്റ്റാർ ഇല്ലാത്തത് ബോണ്ടിങ്ങും, സ്റ്റാർ ഉള്ളതിനെ ആൻറ്റി ബോണ്ടിങ് എന്ന് പറയാം. ഇത് തമ്മിലുള്ള വ്യത്യാസം, ഇത് ഫോർമേഷൻ എല്ലാം ക്വാണ്ടം മെക്കാനിക്കലാണ്. തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഇവിടെ ആറ്റോമിക് ഓർബിറ്റൽസ് വേവ് ഫംഗ്ഷൻ്റെ അഡീഷനാണ്. വേവ് ഫംഗ്ഷൻ്റെ അഡീഷൻ നടക്കുമ്പോഴാണ് ബോണ്ടിങ് ഫോം ചെയ്യുക. വേവ് ഫംഗ്ഷൻ്റെ അഡീഷൻ നടക്കുമ്പോഴാണ് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ഫോം ചെയ്യുക. വേവ് ഫംഗ്ഷൻ്റെ സബ്ട്രാക്ഷൻ നടക്കുമ്പോൾ ആണ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യുക. അപ്പോൾ വേവ് ഫംഗ്ഷൻ്റെ സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ 2 വേവ്സ് ഇൻ്റർഫിയർ ചെയ്യുമ്പോൾ നമ്മൾ പറയില്ല, ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് നടക്കുക. അതേപോലത്തെ ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്, ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. ഇത് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഓഫ് വേവ് ഫംഗ്ഷൻസ് ആണ്. നമ്മൾ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ പറയും, അഡീഷൻ പ്ലസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്, മൈനസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ വരിക. അതിൻ്റെ ഉദ്ദേശത്തുള്ളൂ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്, ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്, അങ്ങനെയാണ് ഫോം ചെയ്യുക. അപ്പോൾ 2 ആറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്ത് 2 മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യും. അപ്പോൾ ഇവിടെ s ഓർബിറ്റൽസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് σ ഓർബിറ്റൽസ് ഫോം ചെയ്യാം. പിയിലും σ ഫോം ചെയ്യും. പി സാധാരണ രീതിയിൽ PZ ഓർബിറ്റൽസ് ഒക്കെ കമ്പൈൻ ചെയ്യുമ്പോൾ അത് ഇങ്ങനെ എന്താ അവർ ലെങ്ത് വൈസ് ഓവർലാപ്പ് ചെയ്യുക. ലെങ്ത് വൈസ് ഓവർലാപ്പ് ചെയ്യുമ്പോൾ അവർ ലീനിയറായിട്ട് അവർ ലെങ്ത് വൈസ് ഓവർലാപ്പ് ചെയ്യുമ്പോൾ അത് σ ബോണ്ടാണ് ഫോം ചെയ്യുക. അതിലും 2 തരം ഉണ്ട് നമുക്കറിയാം. 2 ഓർബിറ്റലും ഓവർലാപ്പ് ചെയ്യുമ്പോൾ അതിൽ ബോണ്ടിങ്ങും ഉണ്ടാകും, ആൻറ്റി ബോണ്ടിങ്ങും ഉണ്ടാകും. ലാറ്ററൽ ഓവർലാപ്പിലാണ് നമുക്ക് എന്ത് വരുന്നത്, സൈഡ് വൈസ് ഓവർലാപ്പ്.
അതിൽ ആണ് നമുക്ക് പൈ ബോണ്ടുകൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മോളിക്കുലർ ഓർബിറ്റൽ തിയറി പറയുന്നത് ആറ്റംസും മോളിക്യൂൾസ് ആകുമ്പോൾ എങ്ങനെയാണ് ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം ഇതാണ്, ആറ്റോമിക് ഓർബിറ്റൽസ് എല്ലാം കമ്പൈൻ ചെയ്തിട്ട് മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യും. 2 ആറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്ത് 2 മോളിക്കുലർ ഓർബിറ്റലാണ് ഫോം ചെയ്യുക. അങ്ങനെ ആ മോളിക്കുലർ ഓർബിറ്റൽസിലാണ് ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്യുന്നത്. ആ കാര്യങ്ങളാണ് നമ്മൾ മെയിൻ. അതുപോലെ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസും ഉണ്ട്, ആൻറ്റി ബോണ്ടിങ് ഉണ്ട്. ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നത് ആറ്റോമിക് ഓർബിറ്റൽസിൻ്റെ വേവ് ഫംഗ്ഷൻസിൻ്റെ അഡീഷൻ വഴിയാണ്. ആൻറ്റി ബോണ്ടിങ് ഫോം ചെയ്യുന്നത് അതിൻ്റെ സബ്ട്രാക്ഷൻ വഴിയാണ്. ആ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. പിന്നെ ഈ എനർജി ലെവൽസ് എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ മോളിക്യൂൾസിൽ വരുമ്പോൾ എങ്ങനെയാണ് ഫില്ലിംഗ് വരിക. നമ്മൾ ഓഫ് പ്രിൻസിപ്പിൾ വഴി എനർജി ലെവൽസിൻ്റെ ഒരു ഫില്ലിംഗ് പറയുന്നില്ലേ. അപ്പോൾ ഈ എനർജി ലെവൽസിൻ്റെ ഇൻക്രീസിങ് ഓർഡർ 2 ഓർഡറുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് ചെറിയ മോളിക്യൂൾസിൽ, ലൈറ്റർ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ നൈട്രജൻ വരെ, കൃത്യമായിട്ട് പറഞ്ഞാൽ നൈട്രജൻ വരെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 14 വരെ ഫില്ലിംഗ് ഇങ്ങനെയാണ്. സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s, പൈ 2pxും പൈ 2pyയും ഈക്വൽ ടു എന്ന് എഴുതിയിട്ടുള്ള അവർക്ക് രണ്ടാൾക്കും ഒരേ എനർജി ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അവിടെ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഒരാൾ ഇവിടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 2 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ 2 ആൾ ഇവിടെ ഫില്ല് ചെയ്യാൻ പറ്റില്ല. ഒരാൾ ഇവിടെ ഫില്ല് ചെയ്യണം. അപ്പോൾ അങ്ങനെ വേണം ഫില്ല് ചെയ്ത് പോകാൻ. അതേപോലെ യെസ്, പിന്നെ സിഗ്മ 2pz, അപ്പോൾ എക്സും വൈയും കഴിഞ്ഞിട്ട് z ആണ് വരുന്നത്. മനസ്സിലായി. പിന്നെ അതിൻ്റെ സ്റ്റാർ ഈ പൈ സ്റ്റാർ 2px പൈ. ഇവിടെ നമുക്കറിയാം 14 വരെ വരുമ്പോൾ ഇവരുടെ ആവശ്യം പിന്നീടൊന്നും ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ ബാക്കിയുള്ളത് എഴുതാത്തത്. നോക്കൂ, പക്ഷേ ഹെവിയർ മോളിക്യൂൾസിൽ ഇവിടെ ഒരേ ഒരു വ്യത്യാസമുള്ളൂ. ഹെവിയർ മോളിക്യൂൾസിൻ്റെ ഒരേ ഒരു വ്യത്യാസമുള്ളൂ. ഈ സിഗ്മ പീസറിൻ്റെ പൊസിഷൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. സിഗ്മ പീസറിൻ്റെ പൊസിഷൻ ഈ പൈ 2pxനും പൈ 2pyക്കും മുമ്പാണ്. ഇത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഹെവിയർ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ 14 മുകളിൽ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 14 മുകളിലുള്ളത്. 14 മുകളിൽ വരുമ്പോൾ ഈ ഓർഡർ ഇത് ഇവിടേക്ക് വരുന്നുണ്ട്. പൈ 2pxനും പൈ 2pyക്കും മുമ്പാണ് സിഗ്മ 2pz. പക്ഷെ ആൻറ്റി ബോണ്ടിങ്ങിൽ ആ വ്യത്യാസമില്ല. നിങ്ങൾക്കറിയാം, ഇവിടെ നോക്കിയാൽ അറിയാം, സ്റ്റാർ ഇതാ പൈ സ്റ്റാർ 2px പൈ സ്റ്റാർ 2py കഴിഞ്ഞിട്ട് തന്നെയാണ് സിഗ്മ സ്റ്റാർ 2pz വരുന്നത്. അവിടെ പ്രശ്നമില്ല, ബോണ്ടിങ്ങിലാണ് പ്രശ്നം വരുന്നത്. ഇതിൻ്റെ കാര്യത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ. സിഗ്മ 2pz ഇവിടെയാണ് വരുന്നത്. ആ ഒരു വ്യത്യാസം മാത്രം ശ്രദ്ധിക്കുക. അപ്പോൾ 14 താഴേക്കുള്ളതിൽ ഒരു ഫില്ലിങ്ങും 14 വരെ, 14 മുകളിൽ ഇലക്ട്രോൺസ് ആകുമ്പോൾ വേറെ ഫില്ലിംഗ് ആണ് വരുന്നത്. ഇനി ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, ഇപ്പം നമ്മൾ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്താൽ നമ്മൾ ബോണ്ട് ഓർഡർ കാണുന്ന ഒരു ഫോർമുലയുണ്ട്. ബോണ്ട് ഓർഡർ കാണുന്ന ഫോർമുല ഇതാണ്: നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ്. സ്റ്റാർ ഇല്ലാത്തതിനെയാണ് ബോണ്ടിങ് നമ്മൾ വിളിക്കുക. ഇപ്പം ഇത് ബോണ്ടിങ് ആണ്, ഇത് അല്ലേ എക്സും വൈയും ബോണ്ടിങ് ആണ്. പക്ഷേ ഈ സ്റ്റാർ വരുന്നതിനെയൊക്കെ നമ്മൾ എന്താ വിളിക്കുക? ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് ആണ് വിളിക്കുക. അപ്പോൾ Np-Na/2 ഇതാണ് ബോണ്ട് ഓർഡർ കാണാനുള്ള ഫോർമുല. ബോണ്ട് ഓർഡർ കാണുന്നതാണ്. ഇപ്പോൾ ഓക്സിജൻ്റെ കേസിൽ ബോണ്ട് ഓർഡർ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഓക്സിജൻ്റെ കേസിൽ ബോണ്ട് ഇങ്ങനെയാണ്. 2 ഓക്സിജനും തമ്മിൽ ഡബിൾ ബോണ്ടാണ്. അപ്പോൾ ബോണ്ട് ഓർഡർ ഇവിടെ 2 ആണ്. ബോണ്ട് ഓർഡർ എന്നുള്ള 2 ആണ്. മനസ്സിലായി. ഇപ്പോൾ നൈട്രജൻ്റെ കേസിൽ ബോണ്ട് ഇങ്ങനെയാണ്, ട്രിപ്പിൾ ബോണ്ടാണ്. അവിടെ ബോണ്ട് ഓർഡർ എന്നുള്ളത് 3 ആണ്. കാർബൺ മോണോക്സൈഡിൻ്റെ കേസിൽ ട്രിപ്പിൾ ബോണ്ടാണ്. അവിടെ ബോണ്ട് ഓർഡർ എന്നുള്ളത് നമുക്ക് 3 ആണ്. ഓക്കെ, അപ്പോൾ ഈ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണത്. മനസ്സിലായി. അപ്പോൾ ട്രിപ്പിൾ ബോണ്ടിൻ്റെ ബോണ്ട് ഓർഡർ 3ഉം ഡബിൾ ബോണ്ടിൻ്റെ ബോണ്ട് ഓർഡർ 2ഉം സിംഗിൾ ബോണ്ടിൻ്റെ ബോണ്ട് ഓർഡർ 1ഉം ആണ്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കുള്ള ചില റെസണൻസ് സ്ട്രക്ചേഴ്സ് ഒക്കെ വരുമ്പോൾ ബോണ്ട് ഓർഡർ 2.5 ഫ്രാക്ഷൻസ് വരാം. നമ്മൾ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത് 0 കിട്ടാനുള്ള സാധ്യതയുണ്ട്. 0 വരാം, പോസിറ്റീവ് വാല്യൂസ് വരാം, 1, 2, 3. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോസിറ്റീവ് വാല്യൂസ് വരാം. പക്ഷേ ഫ്രാക്ഷൻസ് വരാൻ പറ്റും. പക്ഷേ നെഗറ്റീവ് മാത്രം പോസിബിൾ അല്ല. നെഗറ്റീവ് വാല്യൂസ് മാത്രം പോസിബിൾ അല്ല. ബോണ്ട് ഓർഡറിന് 0യോ ഇങ്ങനത്തെ നമ്പറുകളോ 1, 2, 3 അങ്ങനെയുള്ള ഇൻ്റഗ്രൽ വാല്യൂസ്, അതുപോലെ ഫ്രാക്ഷൻസ് പോസിബിൾ ആണ്. പക്ഷേ നെഗറ്റീവ് നമ്പേഴ്സ് പോസിബിൾ അല്ല. അതൊന്ന് ഓർത്ത് വയ്ക്കുക. അതൊരു ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. നെഗറ്റീവ് മാത്രം പോസിബിൾ അല്ല. ഇനി ബോണ്ട് ഓർഡർ 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു മോളിക്യൂൾ ഇപ്പോൾ നമ്മൾ ബെർലിയം 2 മോളിക്യൂൾ കണ്ടുപിടിക്കുക, അതുപോലെ നിയോൺ 2 മോളിക്യൂളിൻ്റെയൊക്കെ നമ്മൾ ബോണ്ട് ഓർഡർ എഴുതി കഴിഞ്ഞാൽ 0 കിട്ടും. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മോളിക്യൂൾസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല അർത്ഥം. നോർമൽ കേസിൽ അങ്ങനെയുള്ള മോളിക്യൂൾസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നർത്ഥം. അപ്പം നിയോൺ നമുക്കറിയാം, നിയോണിൻ്റെ കേസിൽ നമുക്കറിയാം നിയോൺ ഒരു ഇനർട്ട് ഗ്യാസ് ആണ്. ഇനർട്ട് ഗ്യാസ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ്. അപ്പോൾ ഹീലിയം, നിയോൺ അങ്ങനെയുള്ള കേസുകളിൽ ഹീലിയത്തിന് ഡബിൾ ലെറ്റ് ആണ്. എന്നാൽ ഹീലിയം നമുക്കറിയാം നോബിൾ ഗ്യാസ് ആണ്. നോബിൾ ഗ്യാസിൻ്റെ കേസിൽ അവർ സ്റ്റേബിൾ ആയതുകൊണ്ട് ദേ ഡു നോട്ട് ഫോം മോളിക്യൂൾസ്. ആറ്റങ്ങൾ തന്നെ സ്റ്റേബിൾ ആയതുകൊണ്ട് മോളിക്യൂൾ. അപ്പോൾ നമ്മൾ മോണോ ആറ്റമിക് മോളിക്യൂൾസിനെ വിളിക്കാം. മോളിക്യൂൾസ് ഫോം ചെയ്യുന്നില്ല എന്ന് വേണമെങ്കിൽ വേറെ രീതിയിൽ പറയാം. ഹീലിയം, നിയോൺ, സെനൺ, ആർഗൺ അങ്ങനെയുള്ള കേസുകളിൽ. ഓക്കെ,
അപ്പോൾ ബോണ്ട് ഓർഡർ 0 എന്ന് പറഞ്ഞാൽ മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യില്ല നമുക്ക് പറയാം. അപ്പം മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ബോണ്ട് ഓർഡർ 0 എന്ന് തെളിയിച്ചാൽ മതി. അപ്പോൾ ഇനി ആക്ച്വൽ പ്രോബ്ലത്തിലേക്ക് പോവാം. നമുക്കറിയാം ഇവിടെ O2 2 ബോണ്ട് ഓർഡർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ദ ബോണ്ട് ഓർഡർ ഓഫ് O2 അത് എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മളിവിടെ ഓക്സിജൻ എന്ന് പറയുമ്പോൾ ഓക്സിജൻ്റെ കേസിൽ O2ൻ്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഓക്സിജൻ അത് നമുക്ക് രണ്ട് ഓക്സിജൻ 8 ആണല്ലോ. ഓക്സിജൻ 8 ഇലക്ട്രോൺസ് ആണ് ഒരു ഓക്സിജനിൽ. അപ്പോൾ ഇത് O2 എന്ന് പറയുമ്പോൾ 2 ഓക്സിജൻ ഉണ്ട്, അപ്പോൾ 16 വരും. പ്ലസ് 2 ഇലക്ട്രോൺ ഇവിടെ എക്സ്ട്രാ വരുന്നുണ്ട്. 2 മൈനസ് പറഞ്ഞാൽ 2 ഇലക്ട്രോണും കൂടിയും ആ മോളിക്യൂളിൽ അധികമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ 16 പ്ലസ് 2 18 ഇലക്ട്രോൺസ് ഉണ്ട്. 18 ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ഹെവിയർ ഓക്സിജൻ അല്ലെങ്കിൽ തന്നെ ഹെവിയർ മോളിക്യൂൾസ് ആണ്. ഇവിടെ അധികം 2 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഹെവിയർ മോളിക്യൂൾസിൻ്റെ ആ ഫില്ലിംഗ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഹെവിയർ മോളിക്യൂൾസിൻ്റെ ഫില്ലിംഗ് എടുക്കുമ്പോൾ ഇതാണ്. അപ്പോൾ ഇവിടെ ഫില്ല് ചെയ്ത് നോക്കൂ നമ്മൾ. ഇവിടെ 2, ഇതിൽ 2, 2, 2, 2. അപ്പോൾ ഇവിടെ 10 ഇനി 12, 14, 16, 18. മനസ്സിലായി? ഇതാണ് അതിൻ്റെ കറക്റ്റ് ഫില്ലിംഗ് വരിക. ഇവിടെ ഇലക്ട്രോൺസ് ഇല്ല. ഓക്കെ, ഇതുവരെ മതി. അപ്പോൾ ഇവിടെ ബോണ്ട് ഓർഡർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബോണ്ടിങ്ങിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ബോണ്ടിങ് എന്ന് പറയുമ്പോൾ ഇത് ബോണ്ടിങ് ആണ്, ഇത് ബോണ്ടിങ്. സ്റ്റാർ ഇല്ലാത്തതാണ് ബോണ്ടിങ്. സ്റ്റാർ ഇല്ലാത്ത ബോണ്ടിങ്ങും സ്റ്റാറില്ലാത്ത ആൻറ്റി ബോണ്ടിങ്. അപ്പോൾ മൊത്തം കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 2 ഇലക്ട്രോൺസ്, പിന്നെ ഇതില്ല, 4, 6, 8, 10 ഇലക്ട്രോൺസ് ഉണ്ട്. 10 ഇലക്ട്രോൺസ് ബോണ്ടിങ്ങിലുണ്ട്. ആൻറ്റി ബോണ്ടിങ്ങിൽ നമ്മൾ നോക്കുമ്പോൾ സ്റ്റാറിലയിൽ 2, 4, 6, 8 ഇലക്ട്രോൺസ് ഉണ്ട്. മനസ്സിലായി? അപ്പോൾ Na എന്ന് പറയുമ്പോൾ 8 ആണ്. അപ്പോൾ 10 - 8/2 ഇതാണ് ഫോർമുല. Nb - Na/2. അപ്പോൾ 10 - 8/2 1 ആണ് O2 ബോണ്ട്. മനസ്സിലായി? ബോണ്ട് ഓർഡർ എന്നുള്ളത് 1 ആണ് O2. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ 2014 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണത്. 1 ആണ് ബോണ്ട് ഓർഡർ. വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇതെന്താ സംബന്ധിച്ചാൽ സാധാരണ ഓക്സിജനിലെ ബോണ്ട് ഓർഡർ 2 ആണ്. നമുക്ക് എഴുതാം, അല്ലെങ്കിൽ തന്നെ നമുക്ക് അറിയുന്ന മിക്കവാറും പേർക്ക് ഓർമ്മയുണ്ടാവുന്ന ഒരു കാര്യം ഞാൻ പ്രതീക്ഷിക്കുന്നു. സാധാരണ ഓക്സിജൻ്റെ ബോണ്ടിങ് 2 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നൈട്രജനാണ് 3 ആണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? 2 ഇലക്ട്രോണും കൂടി വരുമ്പോൾ ഓക്കെ, 2 ഇലക്ട്രോൺ കൂടി വരുമ്പോൾ അവിടെ ബോണ്ട് ഓർഡർ എന്നുള്ളത് 2 വരുമ്പോൾ ബോണ്ട് ഓർഡർ നമുക്ക് 1ലേക്ക് കുറയാണ്. 2 ഇലക്ട്രോൺ കൂടി വരുമ്പോൾ ബോണ്ട് ഓർഡർ 1ലേക്ക് കുറയാണ്. അത്ര കാര്യം മാത്രമാണ് ഞാൻ അവിടെ പറയുന്നുള്ളൂ. ബോണ്ട് ഓർഡർ 1ലേക്ക് കുറയാണ് ഇലക്ട്രോൺസ് വരുമ്പോൾ. ഓക്കെ, ഇനി അടുത്തത് കാർബൺ മോണോക്സൈഡ് മോളിക്യൂളിൻ്റെ CO മോളിക്യൂളിൻ്റെ ബോണ്ട് ഓർഡർ. ഇത് നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഇതിപ്പോൾ ഒരു നോൺ ഹോമോജീനിയസ് അല്ലെങ്കിൽ ഇൻഹോമോജീനിയസ് മോളിക്യൂളാണ്. നേരത്തെ കണ്ടത് 2 ഓക്സിജൻ ആയിരുന്നു അല്ലേ, അല്ലെങ്കിൽ O2-. അപ്പോൾ അത് 2 ഓക്സിജൻ ആണല്ലോ. അപ്പോൾ ഹോമോജീനിയസ് മോളിക്യൂൾ, ഇത് ഇൻഹോമോജീനിയസ് ആയിട്ടുള്ള മോളിക്യൂളാണ്. പക്ഷേ ഇതിൻ്റെ നമ്മൾ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുമ്പോൾ ഇവിടെയും നമുക്ക് ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം ഇതിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഓക്സിജൻ. കാർബണിൽ 6 ഇലക്ട്രോൺസ്, ഓക്സിജനിൽ 8 ഇലക്ട്രോൺസ്. അപ്പോൾ മൊത്തം ഇത് 14 ഇലക്ട്രോൺസ് ആണ്. 14 ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യണം. ഈ 14 എന്ന് പറയുമ്പോൾ നമ്മൾ ആ ചെറിയ മോളിക്യൂൾസിൻ്റെ ഫില്ലിംഗ് ആണ് വരിക. ലൈറ്റർ മോളിക്യൂൾസിൻ്റെ ഫില്ലിംഗ് ഓർഡർ സിഗ്മ 2pz എന്ത് ചെയ്യും? π2pxനും π2pyക്കും മുമ്പ് വരും. കറക്റ്റ് ഓർഡറിൽ വരും. കറക്റ്റ് ഓർഡറിൽ വരുന്ന ഫില്ലിംഗ് ആണ്. വലുതിനാണ് ആ ഓർഡർ നിന്ന് മാറുന്നത്. ഓക്കെ, ഞാൻ ആ ഫില്ലിംഗ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ കറക്റ്റ് ഓർഡറിൽ π2pxും π2pyയും കഴിഞ്ഞിട്ടാണ് സിഗ്മ 2pz വരുന്നത്. യെസ്, ഈ ഓർഡറിൽ ഫില്ല് ചെയ്യുക. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് 14 ഫില്ല് ചെയ്യുക. 2, 4, 6, 8, 10, 12, 14 ഇവിടം വരെ വരുന്നുള്ളൂ. ഓക്കെ, അതിൽ എത്ര ബോണ്ടിങ് ഉണ്ട് നോക്കുക. ബോണ്ട് ഓർഡറിൽ നമുക്ക് ഉണ്ട്. ബോണ്ടിങ് എന്ന് പറയുമ്പോൾ ഇത് ബോണ്ടിങ് ആണ്, ഇത് ബോണ്ടിങ് ആണ്, ഇത് ബോണ്ടിങ് ആണ്, ഇത് ബോണ്ടിങ് ആണ്, ഇതും ബോണ്ടിങ് ആണ്. അപ്പം ബോണ്ടിങ്ങിൽ നമുക്ക് 2, 4, 6, 8 അല്ലേ, 10 ഇലക്ട്രോൺസ് വരുന്നുണ്ട്. ബാക്കി നമുക്കറിയാം 14 അല്ലേ, ബാക്കി 4 ആൻറ്റി ബോണ്ടിങ് ആണ്. കൗണ്ട് ചെയ്യണമെന്നില്ല, ബാക്കി 4 ആൻറ്റി ബോണ്ടിങ് ആണ്. അപ്പോൾ 10 - 4/2 ഇതാണ് ഫോർമുല വെച്ച് ബോണ്ട് ഓർഡർ കിട്ടുക. 6/2 അതിൽ 3 ആണ്. അപ്പോൾ ഇവിടെ കാർബൺ മോണോക്സൈഡിൽ ഒരു ട്രിപ്പിൾ ബോണ്ടാണെന്ന് നമുക്ക് മനസ്സിലായത്. HSA ഫിസിക്കൽ സയൻസ് 2018 ക്വസ്റ്റൻ ആണ്. കാർബൺ മോണോക്സൈഡിൽ ട്രിപ്പിൾ ബോണ്ടാണ്. അപ്പോൾ ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ 2 ബോണ്ട് ഓർഡർ ഉണ്ടെന്ന് ഓർത്താൽ മതി. 2 ബോണ്ട് ഓർഡർ അല്ല, 2 കോൺഫിഗറേഷൻ ഉണ്ട്. 14 വരെയുള്ള മോളിക്യൂൾസിന് ഒരു ഓർഡറും അത് കഴിയുമ്പോൾ ഒരു ചെറിയൊരു വ്യത്യാസം, ഒറ്റ വ്യത്യാസമുള്ളൂ ഇത് ഇവിടേക്ക് വരുന്നുള്ള വ്യത്യാസം വലിയ മോളിക്യൂൾസിൽ. ഓക്കെ, 14 മുകളിലേക്ക് ഇലക്ട്രോൺസ് വരുമ്പോൾ ഇവിടെ ചോദിക്കാവുന്ന വേറൊരു ക്വസ്റ്റൻ ആണ്. എമംഗ് ദ ഫോളോയിങ് മോളിക്യൂൾസ് വിച്ച് ഹാസ് ദ ലോങ്സ്റ്റ് CH ബോണ്ട് ലെങ്ത്.
ബോണ്ട് ഓർഡറും ബോണ്ട് ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ബോണ്ട് ഓർഡർ എന്ന് ബോണ്ട് ലെങ്ത് പറയാൻ പറ്റും. ബോണ്ട് ലെങ്ത് ഇൻക്രീസസ് അല്ലെങ്കിൽ ഡിക്രീസസ് വിത്ത് ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ ബോണ്ട് ഓർഡർ കൂടുമ്പോൾ ബോണ്ട് ലെങ്ത് കുറയും. അത് ഒരു ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണ്. ബോണ്ട് ഓർഡർ കൂടുമ്പോൾ ബോണ്ട് ലെങ്ത് കുറയുകയും ചെയ്യാം. മനസ്സിലായി? ബോണ്ട് ഓർഡർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ദ ബോണ്ട് ഓർഡർ. ബോണ്ട് ഓർഡർ കൂടുമ്പോൾ ബോണ്ട് ലെങ്ത് കുറയും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം എഥീൻ മോളിക്യൂളാണ്, പിന്നെ ഈഥൈനാണ്. ഇത് സിംഗിൾ ബോണ്ട്, ഇത് ഡബിൾ ബോണ്ടുള്ള മോളിക്യൂളാണ്, ഇത് ട്രിപ്പിൾ ബോണ്ടുള്ള മോളിക്യൂളാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ മൂന്നിലും 3 ബോണ്ട് ലെങ്ത്താണ് വരിക. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് ഇത് വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ബോണ്ട് ഓർഡറും ബോണ്ട് ലെങ്ത് തമ്മിലുള്ള റിലേഷൻ നമ്മൾ അറിയുക, ഇത്രേ ഉള്ളൂ. ബോണ്ട് ലെങ്ത് എന്നുള്ളത് ബോണ്ട് ഓർഡർ കൂടുമ്പോൾ ബോണ്ട് ലെങ്ത് കുറയുകയാണ് ചെയ്യുക. അതേസമയം ബോണ്ട് ഓർഡർ കൂടുമ്പോൾ സ്റ്റെബിലിറ്റി കൂടും. വീണ്ടും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സ്റ്റെബിലിറ്റി നോക്കുമ്പോൾ ബോണ്ട് ഓർഡർ കൂടുമ്പോൾ സ്റ്റെബിലിറ്റി കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കൂ, ആ മോളിക്കളുടെ എഥീൻ്റെ ഫോമുല എഴുതിയിട്ടുള്ള CH2 ഡബിൾ ബോണ്ട്. നമുക്കറിയാം ബേസിക്കലി നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം ഇതാ പഠിക്കുക. നമുക്കറിയാം കാർബണിൻ്റെ വാലൻസി 4 ആയിരിക്കും. അപ്പോൾ CH3 കാർബണും തമ്മിലൊരു ബോണ്ട് ഉണ്ട്. അപ്പോൾ ഒരു ബോണ്ട്, പിന്നെ 3 ഓരോ കാർബണിനും 3 ഹൈഡ്രജനായിട്ട് ബോണ്ട് ഉണ്ട്. അപ്പോൾ 4 ബോണ്ടായി. അപ്പോൾ CH ഇതാണ് വരിക. ഇനി ഡബിൾ ബോണ്ട് വരണമെങ്കിൽ ഓരോ ഹൈഡ്രജനെ നമ്മൾ കളയാം, അല്ലേ? അല്ലെങ്കിൽ ഓരോ ഹൈഡ്രജൻ പോകുമ്പോഴാണ് ഡബിൾ ബോണ്ട് വരിക. ഇതാണ് നമ്മുടെ എഥീൻ മോളിക്യൂള്. ഈഥൈൻ മോളിക്യൂളാണ് നമ്മൾ ഈ സിയിൽ എഴുതിയിട്ടുള്ളത്. ഈഥൈൻ മോളിക്യൂള് സിംഗിൾ ബോണ്ട്. പിന്നെ ഈഥൈൻ YNE വരുന്ന ട്രിപ്പിൾ ബോണ്ട് വരുമ്പോഴാണ്. ENE വരുന്ന ഡബിൾ ബോണ്ട്, ANE വരുന്നതാണ് സിംഗിൾ ബോണ്ട്. ഇത് ഡബിൾ ബോണ്ട്, ഇത് ട്രിപ്പിൾ ബോണ്ടാണ്. നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെ ബോണ്ട് ഓർഡർ നോക്കുമ്പോൾ നമുക്കറിയാം ട്രിപ്പിൾ ബോണ്ട് തന്നെ ബോണ്ട് ഓർഡർ 3 ആണ്, ഡബിൾ ബോണ്ട് തന്നെ ബോണ്ട് ഓർഡർ 2 ആണ്, സിംഗിൾ ബോണ്ട് ബോണ്ട് ഓർഡർ 1 ആണ്. അപ്പോൾ ഏറ്റവും ബോണ്ട് ഓർഡർ കൂടുതൽ ഇതിനാണ്, ഏറ്റവും ബോണ്ട് ഓർഡർ കുറവ് ഇതിനാണ്. അപ്പോൾ ബോണ്ട് ലെങ്ത് ഏറ്റവും കൂടുതൽ, ബോണ്ട് ഓർഡർ കുറവുള്ളതിനാണ് ബോണ്ട് ലെങ്ത് കൂടുതൽ. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രൊപ്പോർഷനായിട്ട് വരച്ചത്. ബോണ്ട് ലെങ്ത് കുറച്ച് നീളത്തിന് വരച്ചിട്ടുണ്ട്, ഇത് ചെറുതാക്കി വരച്ചിട്ടുണ്ട്, ഇത് വീണ്ടും ചെറുതാക്കി വരച്ചിട്ടുണ്ട്. അപ്പോൾ ബോണ്ട് ഓർഡർ കൂടുമ്പോൾ ബോണ്ട് ലെങ്ത് കുറയും. അപ്പോൾ ഇവിടെ ഏറ്റവും ബോണ്ട് ലെങ്ത് ഉള്ളത് സിംഗിൾ ബോണ്ട് വരുന്ന ഈഥൈനാണ്. അപ്പോൾ ആൻസർ ഇവിടുത്തെ ഈഥൈനാണ് ബോണ്ട് ലെങ്ത് ഏറ്റവും കൂടുതൽ. ബോണ്ട് ഓർഡർ കുറവും ബോണ്ട് ലെങ്ത് ഏറ്റവും കൂടുതൽ ഈഥൈനാണ്. ആ കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ സ്റ്റെബിലിറ്റി നമുക്കറിയാം. ഈ സ്റ്റെബിലിറ്റി നോക്കുമ്പോൾ 3 ബോണ്ട് വരുമ്പോൾ കുറേ കൂടി സ്ട്രോങ്ങർ ആണ്, സ്റ്റെബിലിറ്റി കൂടുതലാണ്. 3 ബോണ്ടാണ്, നല്ല അട്രാക്ഷൻ വരും. അപ്പോൾ മോളിക്യൂൾസ് അടുത്താവും, അതുകൊണ്ട് ബോണ്ട് ലെങ്ത് കുറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. നല്ല അട്രാക്ഷൻ വരുന്നതുകൊണ്ട് ബോണ്ട് ലെങ്ത് കുറയുന്നു, മോളിക്യൂൾസ് അടുത്താണെന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഹാസ് ദ ഷോർട്ടസ്റ്റ് കാർബൺ ബോണ്ട് ലെങ്ത്? കാർബൺ ബോണ്ടിൽ നേരത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിൽ കാർബൺ ബോണ്ട് ലെങ്ത് മനസ്സിലായി, അതേ ക്വസ്റ്റ്യൻ തന്നെയാണത്. പക്ഷെ ഇവിടെ ഒരു വേറെ മോളിക്യൂൾ തന്നു, ബെൻസീൻ്റെ സ്ട്രക്ചർ നമുക്കറിയാം. ബെൻസീൻ ഒരു സൈക്ലിക് ആയിട്ടുള്ള കോമ്പൗണ്ടാണ്, നമ്മൾ ആരോമാറ്റിക് എന്ന് പറയാം, അല്ലേ? സൈക്ലിക് ആയിട്ടുള്ള കോമ്പൗണ്ടാണ്. നോക്കൂ, ബെൻസീൻ്റെ സ്ട്രക്ചർ ഇതാണ്. ബെൻസീനിൽ സിംഗിൾ ബോണ്ട്, കാർബൺ സിംഗിൾ ബോണ്ട് വരുന്നുണ്ട്, ഡബിൾ ബോണ്ട് വരുന്നുണ്ട്. മനസ്സിലായി? സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രെങ്ത്, അപ്പോൾ സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ടാണ്. അതേസമയം തന്നെ നമുക്കറിയാം ഇവിടെ ഈ എത്തീനിൽ ഡബിൾ ബോണ്ടാണ്, പിന്നെ ഈഥൈനിൽ ട്രിപ്പിൾ ബോണ്ടാണ്, ഈഥൈനിൽ ANEയിൽ സിംഗിൾ ബോണ്ടാണ്. അപ്പോൾ ഇവിടെ ഷോർട്ടസ്റ്റ് ബോണ്ട് ലെങ്ത് വരുമ്പോൾ, ഷോർട്ടസ്റ്റ് ബോണ്ട് ലെങ്ത് എന്ന് പറഞ്ഞാൽ ബോണ്ട് ഓർഡർ ഏറ്റവും കൂടുതലായിരിക്കണം, മാക്സിമം ആയിരിക്കണം. ബോണ്ട് ഓർഡർ ഹയസ്റ്റ് വരുമ്പോഴാണ് ബോണ്ട് ലെങ്ത് ഏറ്റവും ഷോർട്ടസ്റ്റ് വരിക. ഇൻവേഴ്സ് ഓർഡറിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ആൻസർ എന്നുള്ളത് ഈഥൈനാണ്. ഈഥൈനിലാണ് ഏറ്റവും ബോണ്ട് ഓർഡർ വരുന്നത്, ബോണ്ട് ഓർഡർ 3 വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്, അതിലാണ് ഷോർട്ടസ്റ്റ് ബോണ്ട് ലെങ്ത് ഈഥൈൻ്റെ. ആ ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കും ഏറ്റവും ചെറുത്. ഓക്കെ, ഡബിൾ ബോണ്ടിനേക്കാളും ഡബിൾ ബോണ്ട് കുറച്ചുകൂടി ലെങ്ത് ആയിരിക്കും, സിംഗിൾ ബോണ്ട് ലെങ്ത് കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഈഥൈനാണ്. Consider the following species CN plus CN minus NO and CN. Which one of these will have the highest bond order? ഞാൻ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി, ഇതൊക്കെ നീറ്റ് എക്സാമിന് മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അത് എടുത്താണ്. നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് ക്ലിയർ ആകാൻ വേണ്ടി എടുത്താണ്. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കൺസിഡർ ദ ഫോളോയിങ് സ്പീഷീസ് CN plus CN minus NO and CN. അപ്പോൾ ഇതിൽ ഏതിനാണ് ഹയസ്റ്റ് ബോണ്ട് ഓർഡർ? അത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക, ഏതിനാണ് കൂടുതൽ നോക്കുക. അടുത്ത പേരിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ CN എടുക്കുകയാണെങ്കിൽ കാർബണും നൈട്രജനും, അല്ലേ? ഓരോ ഓർഡറായിട്ട് ചെയ്യാം. ഞാൻ ആദ്യം എടുക്കുന്നത് CN ആണ്.
പിന്നെ CN മൈനസ് CN പ്ലസ് ഒക്കെ ഉണ്ടല്ലോ എടുക്കാം. പിന്നെ നൈട്രജൻ ഓക്സൈഡ് ലാസ്റ്റ് നോക്കാം. ഇപ്പോൾ CN എടുക്കുമ്പോൾ കാർബണിന് നമുക്ക് 6 ഇലക്ട്രോൺ, നൈട്രജന് 7 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പോൾ 6 + 7 എന്നുള്ളത് 13 ഇലക്ട്രോൺസ് ഉണ്ട്. 13 ഇലക്ട്രോൺസിനെ നമുക്കറിയാം 13 എന്ന് പറയുമ്പോൾ ലൈറ്റർ മോളിക്യൂൾസിൻ്റെ ഫില്ലിംഗ് ആണ് വരെ. ലൈറ്റർ മോളിക്യൂൾസിൻ്റെ ഫില്ലിംഗ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ 13 ഫിൽ ചെയ്യുമ്പോൾ 2, 4, 6, 8, 10, 12 ആൻഡ് 13 ഉണ്ടോ? അപ്പോൾ ഇവിടം വരെ വരുന്നുണ്ട്. ബാക്കിയിലൊന്നും ഇലക്ട്രോൺസ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇതിന് ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിൽ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഇവിടെ ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺസ് വരുന്നുണ്ട്. അൺപെയ്ഡ് ഇലക്ട്രോൺ വരുന്നുണ്ട്. ഇലക്ട്രോൺസ് ഇല്ല, ഇലക്ട്രോൺ വരുന്നുണ്ട്. ഒരു ഇലക്ട്രോൺ അൺപെയ്ഡ് ആണ്. അപ്പോൾ ഈ CN മോളിക്യൂൾ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും ഇത് പാരാമാഗ്നറ്റിക് എന്ന് പറയാൻ പറ്റും. അതും വേറൊരു ടൈപ്പ് ക്വസ്റ്റൻ ആണ്. മനസ്സിലായി? പാരാമാഗ്നറ്റിക് ആണ് ചെക്ക് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ഈ ഫില്ലിംഗ് എഴുതിയാൽ നമുക്ക് മനസ്സിലാവും. അൺപെയ്ഡ് ഇലക്ട്രോൺസ് വരുന്നുണ്ട്, ഈ പാരാമാഗ്നറ്റിക് ആണ്. എല്ലാ ഇലക്ട്രോൺസും പെയ്ഡ് ആണെങ്കിൽ അവരുടെ സ്പിൻ കൊണ്ടുള്ള മാഗ്നറ്റിസം വരില്ല. പാരാമാഗ്നറ്റിസം എന്നുള്ളത് സ്പിൻ കൊണ്ടുള്ള മാഗ്നറ്റിസം ആണ്. മനസ്സിലായി? എല്ലാ ഇലക്ട്രോൺസും പെയ്ഡ് ആണെങ്കിൽ പിന്നെ അവരുടെ ഓർബിറ്റൽ മോഷൻ കൊണ്ടുള്ള മാഗ്നറ്റിസം മാത്രമേ വരുള്ളൂ. അത് ഡയാമാഗ്നറ്റിസം ആണ്. ഓർബിറ്റൽ മോഷനുള്ള മാഗ്നറ്റിസിനെ ഡയാമാഗ്നറ്റിസം എന്ന് പറയാം. അപ്പോൾ സ്പിൻ കൊണ്ടുള്ള മാഗ്നറ്റിസം ആണ് സ്ട്രോങ്ങർ. ഡയാമാഗ്നറ്റിസം ശരിക്കും വീക്കറാണ്, വളരെ വീക്കറാണ്. അപ്പോൾ പാരാമാഗ്നറ്റിക് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഫെറോമാഗ്നറ്റിക്കും സ്പിൻ കൊണ്ടുള്ള മാഗ്നറ്റിസം ആണ്. പക്ഷെ അവിടെ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കുറേ ഈ ഡൈപോളുകളുടെ ഒരു ഡൊമൈൻ, ബില്യൺസ് ഓഫ് ഡൈപോൾസിൻ്റെ ഒരു ഡൊമൈൻ, അവരിങ്ങനെ കൂട്ടായിട്ട് നിൽക്കുന്ന ഒരു ഡൊമൈനൊക്കെ ഫോം ചെയ്യുന്നതുകൊണ്ട് ഫെറോമാഗ്നറ്റിസം ഭയങ്കര സ്ട്രോങ് ആണ്. അതും സ്പിൻ കൊണ്ടുള്ള മാഗ്നറ്റിസം ആണ്. പാരാമാഗ്നറ്റിസം സ്പിൻ കൊണ്ടുള്ള മാഗ്നറ്റിസം ആണ്. പക്ഷേ ഡയാമാഗ്നറ്റിസം ഓർബിറ്റൽ മോഷൻ കൊണ്ടുള്ള, ഇലക്ട്രോൺസിൻ്റെ ഓർബിറ്റൽ മോഷൻ, രണ്ട് മോഷൻ ആണല്ലോ പറഞ്ഞത്, സ്പിൻ മോഷനും ഓർബിറ്റൽ മോഷൻ. ഡയാമാഗ്നറ്റിസം ഇലക്ട്രോൺസിൻ്റെ ഓർബിറ്റൽ മോഷൻ കൊണ്ടുള്ള മാഗ്നറ്റിസം ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു അഡീഷണൽ കാര്യം ഞാൻ മനസ്സിലായല്ലോ. പാരാമാഗ്നറ്റിക് എന്ന് പറയാൻ പറ്റും അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്ക് ഡയാമാഗ്നറ്റിക് എന്ന് പറയാൻ പറ്റും. ഇവിടെ നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ബോണ്ടിങ് ഓർബിറ്റൽസ് നോക്കുകയാണെങ്കിൽ ഇത് ബോണ്ടിങ് ആണ് 2, 4, പിന്നെ ഇത് ബോണ്ടിങ് ആണ് 6, 8, ഇതും ബോണ്ടിങ് ആണോ? 9 ഇലക്ട്രോൺസ് ബോണ്ടിങ്ങിലുണ്ട്. ബാക്കി 13 ബാക്കി 4 ഇലക്ട്രോൺസ് ആൻറ്റി ബോണ്ടിങ്ങിലാണ്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 5/2 2.5 ആണ് ബോണ്ട് ഓർഡർ. ഞാൻ നേരത്തെ പറഞ്ഞു ബോണ്ട് ഓർഡർ 2.5 വരാം, ബോണ്ട് ഓർഡർ 2.5 വരാം, ഫ്രാക്ഷൻസ് വരാം. ഓക്കെ, അപ്പോൾ അത് ഡബിൾ ബോണ്ട് ആണോ ട്രിപ്പിൾ ബോണ്ട് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആവറേജ് ഇഫക്റ്റ് ആണ് വരിക, സ്ട്രെങ്ത് വരുമ്പോൾ. ഇവിടെ ബോണ്ട് ഓർഡർ 2.5 ആണ്. ഇനി നമുക്ക് പറയേണ്ടത് ഇപ്പോൾ CN ആണ് പറഞ്ഞത്. CN പ്ലസ് ആണ് ഞാൻ ഇവിടെ ചെയ്തത്. CN പ്ലസ് ആകുമ്പോൾ ഇത് CN-നേക്കാളും പ്ലസ് എന്ന് പറഞ്ഞാൽ 1 ഇലക്ട്രോൺ കുറവ് എന്നല്ലേ അർത്ഥം. 1 ഇലക്ട്രോൺ പോയി. അപ്പോൾ 13 എന്നുള്ളത് 12 ആയിട്ട് മാറും. അപ്പോൾ അവിടെ നമ്മൾ ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം ഏത് ഇലക്ട്രോൺ ആണ് ഇവിടെ പോകുന്നത്. നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഏത് ഇലക്ട്രോണാണ് പോകുന്നത്. ഈ ഇലക്ട്രോൺ മിസ്സാവും. ആ ഇലക്ട്രോൺ എവിടെ ഇരുന്നത്? ബോണ്ടിങ്ങിലായിരുന്നു. അപ്പോൾ ബോണ്ടിങ്ങിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം ഒന്ന് കുറയും. അപ്പോൾ ബോണ്ടിങ്ങിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം 9 ആയിരുന്നു, അത് 8 ആയിട്ട് മാറും. മറ്റേതിൽ വ്യത്യാസമില്ല, 8 - 4/2. അപ്പോൾ അത് 4/2 അല്ലെങ്കിൽ 2 ആണ് കിട്ടുക. അപ്പോൾ CN പ്ലസിൻ്റെ 2 ആണ്. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയത് CN-ൻ്റെ ബോണ്ട് ഓർഡർ നമുക്ക് കിട്ടി, അത് 2.5 കിട്ടി. CN പ്ലസിന് 2 ആണ്. ഇനി CN മൈനസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം CN മൈനസ് എന്നുള്ളത് 1 ഇലക്ട്രോണിൻ്റെ എക്സ്ട്രാ, CN-നേക്കാൾ 1 ഇലക്ട്രോൺ കൂടി. CN-ൽ 13 ആയിരുന്നു. അപ്പോൾ 13 + 1 14 ഇലക്ട്രോൺസ് ഉണ്ട്. 14 ഇലക്ട്രോൺസ് പറയുമ്പോൾ കറക്റ്റ് ഇവിടെ 2 വരും അല്ലേ. ഇവിടെ 1 ഉള്ളത് എന്നുള്ള ഒന്നുകൂടി കൂടെ 2 വരും. അപ്പോൾ ബോണ്ടിങ്ങിൽ ഒന്ന് കൂടും. ബോണ്ടിങ്ങിൽ കൂടാന്ന് പറഞ്ഞാൽ 9 എന്നുള്ളത് 10 ആവും. 10 മറ്റേതിന് വ്യത്യാസമില്ല. 10 - 4/2 വരും. അപ്പോൾ 6/2 വരും. 6/2 വരും. ഞാനിവിടെ എഴുതിയിട്ടുണ്ട് 10 - 4/2 6/2 3 ആണ് വരിക. അപ്പോൾ 3 ആണ് ഏതിൽ വരുന്നത്? 3 ആണ് CN മൈനസിൽ വരുന്ന ബോണ്ട് ഓർഡർ. ഇനി നൈട്രജൻ ഓക്സൈഡ് NOയും കൂടി നോക്കണം. NOയിൽ നോക്കുമ്പോൾ NOയുടെ കോൺഫിഗറേഷൻ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. N എന്ന് പറയുമ്പോൾ 7 ആണ് നൈട്രജനിൽ, ഓക്സിജൻ 8 ആണല്ലോ. നമുക്ക് ആ ഓർഡർ അറിയാലോ. മിക്കവാറും എല്ലാവർക്കും ആ ഓർഡർ അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹൈഡ്രജൻ കഴിഞ്ഞ് പിന്നെ ഹീലിയം, പീരിയോഡിക് ടേബിളിലെ എലമെൻസിൻ്റെ ഓർഡർ ഹൈഡ്രജൻ, ഹീലിയം, പിന്നെ ലിഥിയം, ബെർലിയം, ബോറോൺ, പിന്നെ 5ാമത്തെ അത് കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, അങ്ങനെയാണ് പോകുന്നത്. ഇവിടം വരെയെങ്കിലും നമുക്ക് അറ്റ്ലീസ്റ്റ് അറിയണം. അപ്പോൾ ഇവിടെ പിന്നെ ഫ്ലൂറിനാണ് വരുന്നത്. ഏറ്റവും ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ് ഫ്ലൂറിനാണ് വരുന്നത്. അപ്പോൾ ഇവിടെ 1, 2, 3, 4 ആറ്റോമിക്കാണ് പറയുന്നത്. 5, 6, 7, 8, 9 ഫ്ലൂറിൻ വരെ. അപ്പോൾ അത്രയെങ്കിലും നമുക്ക് അറിയണം ആ ഓർഡർ. അപ്പോൾ അതിൽ
ഇവിടെ നൈട്രജൻ ഓക്സൈഡ്. അപ്പോൾ നൈട്രജനിൽ 6ഉം നൈട്രജനിൽ 7ഉം ഓക്സിജനിൽ 8ഉം ആണ്. അപ്പോൾ 7 + 8 15 ആണ്. 15 വരുമ്പോൾ നമ്മൾ ആ ഫില്ലിംഗ് മാറി. ലൈറ്റർ മോളിക്യൂൾസ് അല്ല, 14ന് മുകളിലേക്ക് വരുമ്പോൾ ലൈറ്റർ മോളിക്യൂൾസിൻ്റെ ഫില്ലിംഗ് അല്ല, ഹെവിയർ മോളിക്യൂൾസിൻ്റെ ഫില്ലിംഗ് ആണ്. അപ്പോൾ ആ വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ലൈറ്റർ മോളിക്യൂൾസ് ഇവിടെയായിരുന്നു, അത് ഇപ്പുറത്തേക്കാണ് വരുന്നത്. അപ്പോൾ ആ ഫില്ലിംഗ് ഓർഡർ വേറെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫില്ലിംഗ് ഓർഡറാണ് നമ്മൾ എഴുതേണ്ടത്. ഇങ്ങനെ ഒരു ഫില്ലിംഗ് ഓർഡറാണ്. Z എന്നുള്ളത് എക്സിനും വൈക്കും മുമ്പാണ് വരുന്നത്. Z എന്നുള്ളത് എക്സിനും വൈക്കും മുമ്പ് വരുന്ന ഒരു ഫില്ലിംഗ് ഓർഡറാണ്. അപ്പോൾ ഇതിൽ 15 അല്ലേ വരും. നൈട്രജൻ ഓക്സൈഡ് 15 എന്ന് പറയുമ്പോൾ ഇവിടെ 2 ഫില്ല് ചെയ്ത്, ഇവിടെ 2 ഫില്ല് ചെയ്ത്, 2 2 2, അപ്പോൾ 10 ആയി. 12 14 15. ഇതും പാരാമാഗ്നറ്റിക് ആണ്. NO എന്നുള്ള പാരാമാഗ്നറ്റിക് ആണ്, കാരണം ഇവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. അപ്പോൾ നോക്കാം ബോണ്ടിങ്ങിൽ എത്ര ഉണ്ട്. ബോണ്ടിങ്ങിൽ ഇവിടെ 2, പിന്നെ ഇവിടെ 2 4 ആയി, 6 ആയി, 8 ആയി, 10 ആയി, മൊത്തം 15 അല്ലേ. അപ്പോൾ ബാക്കി 5 ആൻറ്റി ബോണ്ടിങ്ങിലാണ്. അപ്പോൾ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് 10 - 5/2 2.5 ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയതിൽ 3ഉം 2. നൈട്രജൻ ഓക്സൈഡിന് 2.5, 2.5, ഇത് 2.5. അപ്പോൾ ഹയസ്റ്റ് ബോണ്ട് ഓർഡർ എന്നുള്ളത് ഇവിടെ CN- CN- ഹയസ്റ്റ് ബോണ്ട് ഓർഡർ 3 ആണ്. ഓക്കെ, അതാണ് അവിടുത്തെ ആൻസർ. യെസ്, അടുത്ത ക്വസ്റ്റിലേക്ക് വരട്ടെ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പേഴ്സ് സ്പീഷീസ് ഹാവ് ദ സെയിം ബോണ്ട് ഓർഡർ? സെയിം ബോണ്ട് ഓർഡറിൽ ഏതിനാന്ന് നോക്കണം. അപ്പോൾ നമ്മൾ ഈ ഓരോന്നിനും നോക്കണം. ഓരോന്നിനും നോക്കിയിട്ട് നമ്മൾ സെയിം ബോണ്ട് ഓർഡറുള്ളത് ഏത് സ്പീഷീസ്, ഏത് പെയറിനാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇത് MCQ ആയതുകൊണ്ട് ഒരു കറക്റ്റ് ആൻസർ വരില്ല, നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. നമുക്ക് ബോണ്ട് ഓർഡർ നോക്കുമ്പോൾ നമ്മളിവിടെ കാർബൺ മോണോക്സൈഡ് നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. കാർബൺ മോണോക്സൈഡിന് നമ്മൾ മുമ്പ് ഒരു ക്വസ്റ്റ്യനിൽ ചെയ്തില്ലേ, എനിക്ക് തോന്നുന്നു സെക്കൻഡ് ക്വസ്റ്റിലാണ് നമ്മൾ ചെയ്തു. 3 കിട്ടിയ. CN- നമുക്ക് തൊട്ട് മുമ്പത്തേൽ കിട്ടിയിരുന്നു. ഇതാ 3 ആണ് കിട്ടിയത് തൊട്ട് മുമ്പത്തെ. കാർബൺ മോണോക്സൈഡ് നമ്മൾ മുമ്പ് ഇവിടെ ചെയ്തതാണ്, നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ഞാനൊന്ന് എടുക്കാം. ഇതാ കാർബൺ മോണോക്സൈഡ് നമുക്ക് 3 ആണ് കിട്ടിയത്. 3 കിട്ടിയത് ബോണ്ട് ഓർഡർ. അപ്പോൾ ഞാൻ വീണ്ടും അത് ചെയ്യുന്നില്ല. ഇതാണ് ക്വസ്റ്റ്യൻ. CN- 3 ആണ്. അപ്പോൾ ഒരേ ബോണ്ട് ഓർഡറുള്ള പേഴ്സ് കൊടുക്കുമ്പോൾ അവരാണ്, ബാക്കിയൊന്നിനും സെയിം അല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. സെയിം അല്ലായിരിക്കും, കാരണം ഇത് MCQ ആണെങ്കിൽ നമുക്ക് MCQ മാത്രമല്ലേ ഉള്ളൂ. MCQ ആണെങ്കിൽ ഒരു പേര് അങ്ങനത്തെ വരാൻ പാടുള്ളൂ, സെയിം ബോണ്ട് ഓർഡർ ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ആൻസർ ക്ലിയർ ആണല്ലോ, B ആണ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് പാരാമാഗ്നറ്റിക്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതാണ് പാരാമാഗ്നറ്റിക് ആണെന്ന് ചോദിച്ചിട്ടുള്ളത്. പാരാമാഗ്നറ്റിക്. അപ്പോൾ നമ്മൾ ആ ഫില്ലിംഗ് എഴുതണം. ഇപ്പോൾ ഇതിൽ CN- ഫില്ലിംഗ്, C എന്ന് പറഞ്ഞാൽ കാർബൺ 6 ആണ്, നൈട്രജൻ 7 ആണ്, പക്ഷെ മൈനസ് വന്നുകൊണ്ട് 7 + 1 8 ആണ് വരിക. അപ്പോൾ 14 ഇലക്ട്രോൺസ് ഉണ്ട്. 40 ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലൈറ്റർ മോളിക്യൂൾസിൻ്റെ ഫില്ലിംഗ് ആണ്. ലൈറ്റർ മോളിക്യൂൾസിൻ്റെ ഫില്ലിംഗ് ഇപ്പോൾ 2, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇവിടെ 2 അങ്ങനെ ഫില്ല് ചെയ്ത് വരുമ്പോൾ ഇവിടം വരെ വരും 14 എന്ന് പറയുമ്പോൾ. അപ്പോൾ അവിടെ അത് പാരാമാഗ്നറ്റിക് അല്ല, കാരണം ഇവിടെ എല്ലാം പെയ്ഡ് ആണ്. അൺപെയ്ഡ് ഇലക്ട്രോൺസ് 1 എവിടെയും വരുന്നില്ല, അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇല്ല. അപ്പോൾ ഇത് പാരാമാഗ്നറ്റിക് അല്ല. ഇനി NO+ നോക്കുകയാണെങ്കിൽ, NO+ എന്ന് പറയുന്നത് നൈട്രജൻ 7 ആണ്, ഓക്സിജൻ 8 ആണ്, പക്ഷെ O+ എന്ന് പറയുമ്പോൾ 7 ആണ്, ഒരു ഇലക്ട്രോൺ കുറവുണ്ട്. അപ്പോൾ 7 + 14 തന്നെ വരിക. അപ്പോൾ 14 അതേ കോൺഫിഗറേഷനാണ് വരിക, 14 അതേ കോൺഫിഗറേഷൻ വരിക. അപ്പോൾ എഴുതി നോക്കേണ്ട ആവശ്യമില്ല. ഇനി കാർബൺ മോണോക്സൈഡിലേക്ക് വരുമ്പോൾ, കാർബൺ മോണോക്സൈഡിൽ കാർബണിന് 6ഉം ഓക്സിജന് 8ഉം ആണ് വരിക. 6 + 8 എന്നുള്ള 14 ആണ്. അപ്പോൾ അതേ കോൺഫിഗറേഷൻ വരിക, അതും നമ്മൾ എഴുതി നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇത് 3 നമുക്ക് ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലായി O2- ആണ് പാരാമാഗ്നറ്റിക്. അത്രയും കിട്ടിയാൽ നമുക്ക് O2- പറയാം. അതിവിടെ ഞാൻ എഴുതി കാണിച്ചിട്ടുണ്ട്. O2ൻ്റെ കോൺഫിഗറേഷൻ വരുമ്പോൾ ഓക്സിജൻ O2 എന്നുള്ളത് 2 × 8 ആണ്. O2ലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 16 ആണ്. ഒരു നെഗറ്റീവ് ഉള്ളതുകൊണ്ട് ഒരു ഇലക്ട്രോൺസ് എക്സ്ട്രാ വരും. അപ്പോൾ 16 + 1 17 ആണ് ടോട്ടൽ ഇലക്ട്രോൺസ്. അപ്പോൾ ഒരു ഫില്ലിംഗ് വരുമ്പോൾ ഇവിടെ 2 σ2s 2, σ 2s, σ 2pz, π 2px, അത് π 2p ഒരേപോലെയാണ്. പിന്നെ π* 2px ഉണ്ട്, 2py ഉണ്ട്. അതിൽ 2 1 എന്നാണ് വരിക, 2 1 എന്ന് വരിക. അപ്പോൾ ഇവിടെ ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. ഈ അൺപെയ്ഡ് ഇലക്ട്രോൺസിൻ്റെ പ്രസൻസ് കാരണം ഓക്സിജൻ O2- പാരാമാഗ്നറ്റിക് ആണ്. O2 പാരാമാഗ്നറ്റിക് ആണ്. O2ൻ്റെ കേസിൽ വരുമ്പോൾ ഇവിടെയും 1 ആണ് വരുന്നത്. അപ്പോൾ 2 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറേ കൂടി പാരാമാഗ്നറ്റിക് ആണ് ഓക്സിജൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് O2- പാരാമാഗ്നറ്റിക്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. പാരാമാഗ്നറ്റിക് ആയിട്ടുള്ളത് ഇതാണ്. ദ പെയർ ഓഫ് സ്പീഷീസ് ദാറ്റ് ഹാസ് എ സെയിം ബോണ്ട് ഓർഡർ ഇൻ ദ ഫോളോയിങ്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെക്ക് ചെയ്യുക. ഞാനിവിടെ ചെക്ക് ചെയ്തിട്ടുണ്ട്. കാർബൺ മോണോക്സൈഡിൻ്റെ സെയിം ബോണ്ട് ഓർഡർ അല്ലേ. കാർബൺ മോണോക്സൈഡ് നമ്മൾ നോക്കിയതാണ്, ഇതാണ്.
NO പ്ലസും നമ്മൾ നോക്കിയതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. തൊട്ട് മുമ്പത്തെ ഇവിടെ നോക്കിയിരുന്നു. NO പ്ലസ് നമ്മൾ ഇവിടെ നോക്കിയിരുന്നു. NO പ്ലസ് ബോണ്ട് ഓർഡർ നോക്കിയില്ല അല്ലേ? NO പ്ലസ് നമ്മളിവിടെ യെസ്. ഓക്കെ, നമുക്ക് നോക്കാനോ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാനത് നോക്കിയതാണെങ്കിൽ സമയം കളയേണ്ടതെന്ന് വെച്ചിട്ട്. NO പ്ലസ് നമ്മളിതാ ഇവിടെ എഴുതി നോക്കൂ. NO പ്ലസ് പറയുമ്പോൾ നൈട്രജൻ 7ഉം ഓക്സിജൻ പ്ലസ് എന്ന് പറയുമ്പോൾ ഓക്സിജൻ 8 ഇലക്ട്രോൺസ് ആണ്. പക്ഷേ ഓക്സിജൻ പ്ലസ് എന്ന് പറയുമ്പോൾ 1 ഇലക്ട്രോൺ കുറവാണ്. അപ്പോൾ 7 7 14 ഇലക്ട്രോൺസ് വരുമ്പോൾ ചെറിയ ലൈറ്റർ മോളിക്യൂൾസിൻ്റെ ഫില്ലിംഗ് ആണ്. ഇവിടെ 2 ഇവിടെ 2 ഇവിടെ 2 ഇവിടെ 2 ഇവിടെ 2 ഇവിടെ 2. അപ്പോൾ ഇവിടെ ഇപ്പം 12 ആയി. 12 2 14. അപ്പോൾ ഇതിൽ എത്ര എണ്ണം ബോണ്ടിങ് ഉണ്ട്, ആൻറ്റി ബോണ്ടിങ് ഉണ്ട് നോക്കുക. അപ്പോൾ ഇവിടെ വരുന്നതാ ബോണ്ടിങ് 2 4 6 പിന്നെ വരുന്നത് 8 10 ഉണ്ട്. 10 ബോണ്ടിങ് ഉണ്ട്. 10 ബോണ്ടിങ്ങും നമുക്ക് എന്താ വേണ്ട, സെയിം ബോണ്ട് ഓർഡർ അല്ലേ? 10 ബോണ്ടിങ്ങും ബാക്കിയുള്ളത് ആൻറ്റി ബോണ്ടിങ്ങും അല്ലേ? അപ്പോൾ 10 - 4 / 2 ആണ്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ 3 ആണ് വരുന്നത്. NO പ്ലസിൽ 3 ആണ്. ഓക്കെ, അപ്പോൾ COയും NO പ്ലസും 3 ആണ്. COയും NO പ്ലസും 3 ആണ്. അപ്പോൾ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബാക്കിയൊക്കെ നമുക്ക് നോക്കാം. ബാക്കിയെല്ലാം നോക്കുമ്പോൾ ഡിഫറൻ്റ് ആണ്. ദ പെയർ ഓഫ് സ്പീഷീസ് ദാറ്റ് ഹാസ് സെയിം. ഒരു പെയറിന് മാത്രം ആൻസർ വരില്ല, കാരണം MCQ ആണുള്ളത്. അപ്പോൾ അത് 3 ആണ്. ബാക്കിയെല്ലാം ഡിഫറൻ്റ് ആണ്. ഞാൻ അവിടെ ചെയ്ത് കാണിച്ചിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം, ഒന്ന് ഉറപ്പാകാൻ വേണ്ടി. ഡ്യൂറിങ് ദ ചേഞ്ച് ഓഫ് O2 to O2 - ion the electrons adds on which of the following orbits? വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഏതിലേക്കാണ് O2 ആകുമ്പോൾ നമുക്കറിയാം ഇവിടെ 16 ഇലക്ട്രോൺസ് ആണ്. ഇത് 17 ആവും. അപ്പോൾ ആ എക്സ്ട്രാ വരുന്ന ഇലക്ട്രോൺ ഏത് ഓർബിറ്റിലേക്കാണ് വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കൂ, ഇതാണ് ഓക്സിജൻ്റെ കോൺഫിഗറേഷൻ എഴുതിയിട്ടുള്ളത്. 16 ഇലക്ട്രോൺസിൻ്റെ കോൺഫിഗറേഷൻ. അവിടെ π* 2pxും π* 2pyലും 1 1 1 നിൽക്കുകയാണ്. അപ്പോൾ O2 മൈനസ് വരുമ്പോൾ ഒരു അഡീഷണൽ ഇലക്ട്രോൺസ് 17ാമത്തെ ഇലക്ട്രോൺ വരും. 17ാമത്തെ ഇലക്ട്രോൺ അത് ഏതിലേക്കാണ് വരിക? ഇതിലേക്ക് വരും. ഇതിലേക്കാണ് വരിക. ഒരു ഇലക്ട്രോൺ ഇതിലേക്കാണ് വരിക. മനസ്സിലായ? അപ്പോൾ അത് ഈ π* ഓർബിറ്റലിലേക്കാണ് വരിക. π* ഓർബിറ്റലിലേക്കാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. π*ലേക്കാണ് വരിക. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഐസോ ഇലക്ട്രോൺ? ഐസോ ഇലക്ട്രോൺ എന്ന ഇലക്ട്രോൺ നമ്പർ സെയിം ആയിട്ടുള്ളത്. ഇലക്ട്രോൺ നമ്പർ സെയിം. അത് നമ്മൾ ഓരോന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഐസോ ഇലക്ട്രോൺ നമ്പർ സെയിം ഇതവിടെ ചെയ്തിട്ടുണ്ട്. കാർബൺ ഡയോക്സൈഡ്, അതെ ഞാൻ ജസ്റ്റ് എഴുതിയിട്ടുണ്ട്, അതിൽ ഞാൻ എഴുതാം. കാർബൺ ഡയോക്സൈഡിൻ്റെ കേസിൽ നമുക്കറിയാം ഇവിടെ 6 ആണ്. ഓക്സിജൻ 2 ഓക്സിജൻ വരുമ്പോൾ 16 വരും. അപ്പോൾ ഇത് 6 + 16 വരുമ്പോൾ 22 വരും. നൈട്രജൻ ഓക്സൈഡ്, അപ്പോൾ നൈട്രജൻ 7 ആണ്. 7 + 2 ഓക്സിജൻ എന്ന് പറയുമ്പോൾ 16 അല്ലേ വരിക. അപ്പോൾ ഇത് 23 ആണ് വരിക. NO2 - നൈട്രജനിൽ 23 ആണ്. NO2 - ഒന്നുകൂടി കൂട്ടി 24 വരും. കാർബൺ ഡൈ ഓക്സൈഡിന് നമുക്കറിയാം 22. അപ്പോൾ അതുമല്ല. CN- കാർബൺ 6, നൈട്രജനിൽ 7 ആണ്. ഒരെണ്ണം ഇവിടെ മൈനസ് വന്നാൽ ഒന്നുകൂടി വരുന്ന അർത്ഥം. അപ്പോൾ 8. അപ്പോൾ ഇവിടെ വരുന്നത് 6 + 8 ആണ്, 14 ആണ്. കാർബൺ 6, ഓക്സിജൻ ഇവിടെ 8. അപ്പോൾ ഇതും 14 ആണ് അല്ലേ? 6 + 8 14 ആണ്. അപ്പോൾ ഈ C ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. C അല്ലേ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? C ആണ് കറക്റ്റ്. അടുത്തതിൽ വേണമെങ്കിൽ നോക്കാം. SO2 CO2 ആണ്. ഓക്കെ, സൾഫർ 16 ആണെന്ന് ഞാൻ വിചാരിക്കുന്നത്. 16. ഓക്കെ, എന്തായാലും ഇതല്ല ആൻസർ. ഓക്കെ, സൾഫർ നിങ്ങൾ നോക്കണം. 16 ആണെന്ന് ചോദിക്കും. ഫോസ്ഫറസ് ആൻഡ് സൾഫർ. ഓക്കെ, 16 ആണെന്ന്. എനിവേ നമുക്ക് ആൻസർ കിട്ടി. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് സ്പീഷീസ് ഡസ് നോട്ട് എക്സിബിറ്റ് ദ പാരാമാഗ്നറ്റിസം? പാരാമാഗ്നറ്റിസം ഇല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പാരാമാഗ്നറ്റിസം നമ്മൾ നേരത്തെ കണ്ടു. O2 - പാരാമാഗ്നറ്റിസം ഉണ്ട്. കാർബൺ മോണോക്സൈഡിൻ്റെ കേസിൽ പാരാമാഗ്നറ്റിസം ഉണ്ടോ? നമ്മൾ നോക്കൂ. കാർബൺ മോണോക്സൈഡിൻ്റെ കേസിൽ പാരാമാഗ്നറ്റിസം ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും. കാർബൺ മോണോക്സൈഡ് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു. കാർബൺ മോണോക്സൈഡ്. അപ്പോൾ അവിടെ നോക്കുകയാണെങ്കിൽ യെസ്, വിച്ച് ഡസ് നോട്ട് എക്സിബിറ്റ് പാരാമാഗ്നറ്റിസം ആണ്. അപ്പോൾ നമുക്കിവിടെ N2 ഓർഡർ ആയിട്ട് നോക്കാം. N2+ നോക്കാം. N2+ എന്ന് പറയുമ്പോൾ അവിടെ ഓർബിറ്റലിൻ്റെ ഫില്ലിങ് എങ്ങനെയാണ് വരിക നോക്കണം. നമ്മൾ ഓർബിറ്റലിൻ്റെ ഫില്ലിങ് എങ്ങനെയാണ് വരിക? N2+ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ N2 എന്ന് പറയുമ്പോൾ 14 7 14 ഇലക്ട്രോൺസ് ആണ്. N2+ എന്ന് പറയുമ്പോൾ അതിൽ 13 ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ചെറിയ ഇതിൻ്റെ ഫില്ലിംഗ് ആണ് വരിക. ഞാൻ ജസ്റ്റ് ഇത് കോപ്പി ചെയ്യാം. യെസ്,
ചെറിയ ലൈറ്റർ മോളിക്യൂൾസിൻ്റെ ഫില്ലിംഗ് ആണ് ഒരു N2+. 13 ഇലക്ട്രോൺസ് വന്നപ്പോൾ 2, 4, 6, 8, 10, 12, 13 ഇലക്ട്രോൺസ്. കറക്റ്റ് അല്ലേ? 13 ഇലക്ട്രോൺസ്. അപ്പോൾ ഇവിടെ ഇത് എന്താ പാരാമാഗ്നറ്റിക് ആണ്. ഇത് പാരാമാഗ്നറ്റിക് ആണ്. മനസ്സിലായി? അപ്പോൾ ഇതൊന്നുമല്ല, ഡസ് നോട്ട് എക്സിബിറ്റ് പാരാമാഗ്നറ്റിക്സ് ആണ്. അപ്പോൾ ഇതല്ല, ഇത് പാരാമാഗ്നറ്റിക് ആണ്, ഇത് പാരാ. അപ്പോൾ ഇത് രണ്ടും അല്ല ആൻസർ. ഇനി കാർബൺ മോണോക്സൈഡ് നമുക്ക് നോക്കണം. കാർബൺ മോണോക്സൈഡ് അപ്പോൾ ഇത് 6, ഇത് 8, ഇതും 14 ആണ്. 14 വരുമ്പോൾ നമുക്കറിയാം, സി നോക്കുമ്പോൾ ഇതേ കാര്യം ഞാൻ ഒന്ന് താഴേക്ക് എഴുതട്ടെ. ഓക്കെ, കാർബൺ മോണോക്സൈഡിൽ 14 വരുമ്പോൾ ഇവിടെ 2, 4, 6, 8, 10, 12, 14. അപ്പോൾ കാർബൺ മോണോക്സൈഡിൽ കറക്റ്റ് ഫില്ലിംഗ് ആണ്, 14ആണ്. അപ്പോൾ നോക്കൂ, അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇല്ല, എവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇല്ല, 1 ആയിട്ട് ഇവിടെ നിൽക്കില്ല. അപ്പോൾ കാർബൺ മോണോക്സൈഡാണ് കറക്റ്റ് ആയിട്ടുള്ള പാരാമാഗ്നറ്റിക് അല്ലാത്തത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും പാരാമാഗ്നറ്റിക് ആയിരിക്കും. അത് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പോൾ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. ദ നമ്പർ ഓഫ് ആൻറ്റിബോണ്ടിങ് ഇലക്ട്രോൺ പെയേഴ്സ്. ഇവിടെ ശ്രദ്ധിക്കണേ, ഇലക്ട്രോൺ പെയേഴ്സ് ആണ് ചോദിച്ചത്. ആൻറ്റിബോണ്ടിങ് ഇലക്ട്രോൺ പെയേഴ്സിന് O2 - നമ്മൾ O2 - മുമ്പ് കണ്ടതാണ്. ആൻറ്റിബോണ്ടിങ് ഇലക്ട്രോൺ പെയേഴ്സ് എത്ര ഉണ്ടെന്ന് നോക്കേണ്ടത്. O2 - ഫില്ലിംഗ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇവിടെ O2 - പറയുമ്പോൾ നമുക്കറിയാം ഓക്സിജനിൽ 16 ഇലക്ട്രോൺസ് പ്ലസ് 2- എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ 18 ഇലക്ട്രോൺസ്. 18 ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനെയാണ് വരിക. ഇത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടാണ് വരിക. അപ്പോൾ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇതിൽ ആൻറ്റിബോണ്ടിങ് എത്രയുണ്ടെന്ന് നോക്കിയാൽ മതി. ആൻറ്റിബോണ്ടിങ് എത്രയുണ്ടെന്ന് ചോദിച്ചാൽ 2, 4 സ്റ്റാർ ഉള്ളത് 6, 8 എണ്ണം ഉണ്ട്. 8 എന്ന് പറയുമ്പോൾ പെയേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം 4 പെയേഴ്സ് ആണ്. 4 പെയേഴ്സ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 8 എന്ന് പറയുമ്പോൾ 4 പെയേഴ്സ് ആണ്. അവിടെ പെയേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. 8 എന്നൊരു നമ്പർ ഇല്ല. മനസ്സിലായോ? 4 പെയേഴ്സ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പീഷീസ് ഈസ് പാരാമാഗ്നറ്റിക്? പാരാമാഗ്നറ്റിക് ആയിട്ടുള്ള ഏതാണ്? ഇപ്പോൾ നമ്മൾ O2 - പാരാമാഗ്നറ്റിക് ആണ് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. സോറി, O2 - അല്ല, ഇത് പാരാമാഗ്നറ്റിക് അല്ല. നമ്മൾ വേറെ പാരാമാഗ്നറ്റിക്, ഇതും പാരാമാഗ്നറ്റിക് അല്ല, നമ്മൾ തൊട്ട് മുമ്പ് കണ്ടിരുന്നു അല്ലേ? ഇതാ CO പാരാമാഗ്നറ്റിക് അല്ലാത്തത് നമുക്ക് CO ആണ് കിട്ടി അല്ലേ? പാരാമാഗ്നറ്റിക് അല്ലാത്തത് കിട്ടിയ CO ആണ്. ഇവിടെ നമ്മളോട് ചോദിക്കുന്ന പാരാമാഗ്നറ്റിക് വിച്ച് ഫോളോ സ്പീഷ് ആയതാണ് വേണ്ടത്, ആയതാണ്. പിന്നെ നൈട്രജൻ ഓക്സൈഡോ? നൈട്രജൻ ഓക്സൈഡ് നമുക്കിവിടെ പാരാമാഗ്നറ്റിക് അല്ല എന്ന് കിട്ടി, പാരാമാഗ്നറ്റിക് ആണെന്ന് കിട്ടിയിരുന്നു അല്ലേ? നൈട്രജൻ ഓക്സൈഡ് പാരാമാഗ്നറ്റിക് ആണ് നമുക്കിവിടെ കിട്ടിയില്ലേ? നൈട്രജൻ ഓക്സൈഡ് പാരാമാഗ്നറ്റിക് ആണ് എന്ന് കിട്ടിയിരുന്നു. ഓക്കെ, വേണമെങ്കിൽ ഇനി എഴുതാം അത്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പീഷീസ് ഇസ് പാരാമാഗ്നറ്റിക്? നമുക്കിവിടെ എഴുതി നോക്കാം. യെസ്, നൈട്രജൻ ഓക്സൈഡിൻ്റെ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നൈട്രജൻ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ നൈട്രജൻ നമ്പർ 7-ഉം ഓക്സിജനിൽ 8-ഉം ആണ് നമ്പർ ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ 15 ഇലക്ട്രോൺസ് ഉണ്ട്. 15 എന്ന് പറയുമ്പോൾ ഹെവിയർ മോളിക്യൂൾസിൻ്റെ ഫില്ലിംഗ് ആണ് വരിക. അപ്പോൾ ഇവിടെ ഇതാ 2, 4, 6, 8, 10, 12, 14, 15 ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ വരുന്നുണ്ട്, അല്ലെങ്കിൽ അൺപെയ്ഡ് വരുന്നുണ്ട്. അപ്പോൾ അത് പാരാമാഗ്നറ്റിക് ആണ്. അപ്പോൾ നൈട്രജൻ ഓക്സൈഡ് ആണ് പാരാമാഗ്നറ്റിക്. ഐഡൻറ്റിഫൈ എ മോളിക്യൂൾ വിച്ച് ഡസ് നോട്ട് എക്സിസ്റ്റ് ചെയ്യാത്തത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോണ്ട് ഓർഡർ 0 ആണെങ്കിൽ മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ ബോണ്ട് ഓർഡർ നെഗറ്റീവ് ആണെങ്കിലും മോളിക്യൂൾസ് എക്സിസ്റ്റ് ചെയ്യില്ല. 0 ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഓക്സിജൻ എക്സിസ്റ്റ് ചെയ്യും, നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, വിച്ച് ഡസ് നോട്ട് എക്സിസ്റ്റ്. പിന്നെ ഹീലിയം തന്നിട്ടുണ്ട്. ഹീലിയത്തിൻ്റെ മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമ്മളിത് ബോണ്ട് ഓർഡർ നോക്കുക. ഹീലിയം എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതാ ഹീലിയത്തിൽ 4 ഇലക്ട്രോൺസ് ആണ്. 2 ഹീലിയം ഒരു 4 ഇലക്ട്രോൺസ് ആണ്. 4 ഇലക്ട്രോൺസ് ആണ്. ഇവിടെ 2, ഇവിടെ 2 കഴിഞ്ഞു. മനസ്സിലായ? അപ്പോൾ ബോണ്ടിങ്ങിൽ 2ഉം ആൻറ്റിബോണ്ടിങ്ങിൽ 2ഉം. അപ്പോൾ ഇവിടെ 2, ഇവിടെ 2. അപ്പോൾ 2 - 2 ബോണ്ട് ഓർഡർ കാണുമ്പോൾ 0 കിട്ടുക. അപ്പോൾ ബോണ്ട് ഓർഡർ 0 ആയതുകൊണ്ട് ഈ മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ എക്സിസ്റ്റ് ചെയ്യാത്ത മോളിക്യൂൾ ഇവിടെ ഹീലിയം മോളിക്യൂളാണ്. ഓക്കെ, ഹീലിയം മോളിക്യൂളാണ് എക്സിസ്റ്റ് ചെയ്യാത്തത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് വീണ്ടും ചോദിച്ചു പാരാമാഗ്നറ്റിക്. നമ്മൾ ഫില്ലിംഗ് എഴുതി നോക്കുകയാണെങ്കിൽ ഓക്സിജൻ പാരാമാഗ്നറ്റിക് ആണ്. ഫില്ലിംഗ് കൃത്യമായിട്ട് എഴുതി നോക്കാം. ഓക്സിജൻ പാരാമാഗ്നറ്റിക് ആണ്. നമ്മൾ നേരത്തെ കണ്ടതാണ്. അൺപെയ്ഡ് 2 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട് ഓക്സിജൻ്റെ കേസിൽ. അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതാണ് ഫില്ലിംഗ്. ഓക്സിജൻ പാരാമാഗ്നറ്റിക് ആണ്. ഡിക്രീസിങ് ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി. സ്റ്റെബിലിറ്റിയുടെ ഡിക്രീസിങ് ഓർഡർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും
കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ള ആദ്യം എഴുതണം, പിന്നെ ഏറ്റവും കുറവുള്ളത്. അപ്പോൾ ബോണ്ട് ഓർഡർ നോക്കിയാൽ മതി. ബോണ്ട് ഓർഡർ നോക്കിയാൽ സ്റ്റെബിലിറ്റി എഴുതാം. അപ്പോൾ ഓരോന്നിൻ്റെയും ബോണ്ട് ഓർഡർ ഇവിടെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കും, ഓക്സിജൻ ആണ് ആദ്യം. ഓക്സിജൻ എന്ന് പറയുമ്പോൾ 16 ഇലക്ട്രോൺസ് ആണ്. O2 മൈനസ് പറയുമ്പോൾ 1 ഇലക്ട്രോൺ കൂടുതലുണ്ട്. O2 പ്ലസിൽ 1 ഇലക്ട്രോൺ കുറവുണ്ട്. പിന്നെ O2 മൈനസ് പറയുമ്പോൾ 2 ഇലക്ട്രോൺ കൂടുതലുണ്ട്. അപ്പോൾ അപ്പോൾ ഇതൊക്കെ എഴുതി വെക്കും. ഓക്സിജൻ്റെ എഴുതിയിട്ടുള്ള ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ബോണ്ട് ഓർഡർ കാണുമ്പോൾ നമുക്ക് 2 ആണ് കിട്ടുക. ഓക്സിജൻ നമ്മൾ നേരത്തെ കണ്ടുകൊണ്ട് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. 2 ആണ് കിട്ടുന്നത്. ഇനി O2 മൈനസിലേക്ക് വരുമ്പോൾ 17 ആണ്. 17 എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കാം, ഇവിടെ ഒരു ഇലക്ട്രോണും കൂടി വരും. ഇവിടെ ഒരു ഇലക്ട്രോൺ വരുന്നതാണ് ആൻറ്റി ബോണ്ടിങ്ങിൽ ഒരു ഇലക്ട്രോണും കൂടി വരും. അപ്പോൾ ആൻറ്റി ബോണ്ടിങ്ങിൽ ഇലക്ട്രോൺ കൂടി വരുമ്പോൾ എന്നയുടെ വാല്യൂ 1 കൂടും, 7 ആവും. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ ബോണ്ട് ഓർഡർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഇതിൻ്റെ ബോണ്ട് ഓർഡർ കാണുമ്പോൾ നമുക്ക് 10 മൈനസ് 7/2 എന്നാണ് കിട്ടുക. 10 മൈനസ് 7/2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൽ 3/2, 1.5 വരിക. 1.5 വരിക. അപ്പോൾ ഇവിടെ 2 ആണ്, നേരത്തെ കണ്ടു, ഇവിടെ കണ്ടു. ഇത് 1.5 ആണ്. O2 പ്ലസ് എന്ന് പറയുമ്പോൾ 15 ഇലക്ട്രോൺസാണ് വരിക. 15 ഇലക്ട്രോൺസ് പറയുമ്പോൾ ഇത് 16 അല്ലേ, ഓക്സിജനിൽ 16 ഇങ്ങനെയല്ലേ. 15 എന്ന് പറയുമ്പോൾ ഇവിടെ മാത്രമേ ഒരു ഇലക്ട്രോൺ ഉണ്ടാവുള്ളൂ O2 പ്ലസ്സിൽ. അപ്പോൾ എന്ത് സംഭവിച്ചാൽ O2നെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഒന്ന് കുറവ്, ബോണ്ടിങ്ങിൽ ഒരു ഇലക്ട്രോൺ കുറഞ്ഞു. O2ൽ ഇവിടെ രണ്ട് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്, പക്ഷേ O2 പ്ലസ്സിൽ ഒരു അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ ബോണ്ടിങ്ങിലാണ് ഒന്ന് കുറവ്, ഇവിടെയാണ് കുറവ് വന്നത്. അപ്പോൾ ആൻറ്റി ബോണ്ടിങ്ങിൽ ഒന്ന് കുറവ് വന്നു, സ്റ്റാർ ഉള്ളതിൽ ഒന്ന് കുറവ് വന്നു. അപ്പോൾ ഇവിടെ 5 ആവും. 15 എന്ന് പറഞ്ഞാൽ 10 മൈനസ് 5. അപ്പോൾ 10 മൈനസ് 5/2 വരാം. 10 മൈനസ് 5/2 വരും. അപ്പോൾ അത് നമുക്ക് 2.5 വരും. 2.5 ആണ് O2 പ്ലസ്സിൽ വരിക. ഇനി O2 മൈനസ് പറയുമ്പോൾ 18 ആണ് വരിക. 18 എന്ന് പറയുമ്പോൾ ഇവിടെയും കറക്റ്റായിട്ട് 2 വരും, ഇവിടെയും 2 വരും. ഓക്കെ, മനസ്സിലായി. 1 ആയിരുന്നല്ലോ, 2 ഇലക്ട്രോൺ വരുമ്പോൾ 2. അപ്പോൾ ഇവിടെ ചില ആൻറ്റി ബോണ്ടിങ്ങിൽ കൂടി 2, 4, 6, 8 ഇലക്ട്രോൺ ആയി. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് O2 മൈനസ് ചെയ്യുമ്പോൾ 10 മൈനസ് 8/2 ആണ് വരിക. അപ്പോൾ 2/2 1 ആണ് വരിക. 1 ആണ്. അപ്പോൾ ഡിക്രീസിങ് ഓർഡർ ഏതാണ് ഏറ്റവും വലുത്? ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ 2.5. O2 പ്ലസ് ആദ്യം വരണം. O2 പ്ലസ് ആദ്യം വരണം. അപ്പോൾ പിന്നെ അത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ആൻസർ, ഡി ആണ് ആൻസർ. O2 പ്ലസ്, പിന്നെ O2 2 ആണ്, പിന്നെ O2 മൈനസ് 1.5 ആണ്. യെസ്, ഈ ഓർഡർ കണ്ട കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നിങ്ങൾക്ക് ആ കാര്യങ്ങൾ നല്ല ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ബോണ്ട് ഓർഡർ ഓഫ് 1.5 ഏതിനാണ്? 1.5 തൊട്ട് മുമ്പ് നമ്മൾ കണ്ടു. 1.5 O2 മൈനസിനാണ്, ഇതിനാണ് 1.5 വന്നിട്ടുള്ളത്. O2 മൈനസിനാണ് 1 വന്നിട്ടുള്ളത്. O2 മൈനസ്. ഓക്കെ, അതിവിടെ ചെയ്തിട്ടതാണ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ദ മിനിമം ബോണ്ട് ലെങ്ത്? ബോണ്ട് ലെങ്ത് എന്ന് പറയുമ്പോൾ ബോണ്ട് ഓർഡറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ. നമ്മൾ നേരത്തെ ബോണ്ട് ഓർഡർ കണ്ടു. അപ്പോൾ ആ ബോണ്ട് ഓർഡർ അതൊന്നും ഞാൻ എടുത്ത് ചെയ്തിട്ടില്ല. O2 പ്ലസിന് 2.5, O2 മൈനസിന് 1.5, O2 മൈനസിന് 1, O2ന് 2. അപ്പോൾ ഇവിടെ ബോണ്ട് ലെങ്ത് മിനിമം എന്ന് പറഞ്ഞാൽ ബോണ്ട് ഓർഡർ ഏറ്റവും കൂടുതൽ. ബോണ്ട് ലെങ്ത് മിനിമം എന്ന് പറഞ്ഞാൽ ബോണ്ട് ഓർഡർ ഏറ്റവും കൂടുതൽ. അപ്പോൾ ഇതാണ് ആൻസർ. ഇതിനാണ് ബോണ്ട് ഓർഡർ ഏറ്റവും കൂടുതൽ. അപ്പോൾ ബോണ്ട് ലെങ്ത് അതിനാണ് മിനിമം വരുന്നത്. O2 പ്ലസിനാണ് ബോണ്ട് ലെങ്ത് മിനിമം വരുന്നത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്പീഷീസ് ഡസ് നോട്ട് എക്സിസ്റ്റ് അണ്ടർ നോർമൽ കണ്ടീഷൻ? ഇവിടെ എക്സിസ്റ്റ് ചെയ്യാത്ത ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ ബോണ്ട് ഓർഡർ എഴുതി നോക്കുക. ബോണ്ട് ഓർഡർ 0 നെഗറ്റീവ് വന്നാൽ എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇതിൽ എഴുതി നോക്കുമ്പോൾ നമ്മൾ Be2 പ്ലസ്, Be2 പ്ലസ് ഉണ്ട്, Be2 8 ഉണ്ട്, B2 ഉണ്ട്, ബോറോൺ. മറ്റേത് ബെർലിയം. പിന്നെ ലിഥിയം ഉണ്ട്, ലിഥിയം 2 ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ എഴുതി നോക്കുമ്പോൾ ഓരോന്ന് എഴുതി നോക്കുകയാണ്. ഈ ബെർലിയത്തിൻ്റെ എഴുതി നോക്കുമ്പോൾ 8 വരുമ്പോൾ ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2, 8 ഇലക്ട്രോൺസ് ആണ് ബെർലിയം 2 എന്ന് പറയുമ്പോൾ. ബെർലിയം എന്ന് പറയുന്നത് 4 ആണ് ഒരെണ്ണം. 4 × 2 ആണ് 8 എന്ന് ഉദ്ദേശിക്കുന്നത്. 2 ബെർലിയം ഉണ്ട്. അപ്പോൾ 2 × 4 8. മനസ്സിലായോ? അപ്പോൾ 8 ഇലക്ട്രോൺസ് പറയുമ്പോൾ ഇത് 2 എണ്ണം ബോണ്ടിങ്ങിലും 2 എണ്ണം ആൻറ്റി ബോണ്ടിങ്ങിലും കാണുക. അപ്പോൾ ബോണ്ട് ഓർഡർ കാണുമ്പോൾ നമുക്ക് NB മൈനസ് Na/2 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4 മൈനസ് 4/2 ആണ്. എന്ന് പറഞ്ഞാൽ 0 ആണ് വരുന്നത്. 0 ആണ്. അപ്പോൾ ബെർലിയം മോളിക്യൂൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ ഇതാണ് ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് വരികയാണ്. ദ കറക്റ്റ് ബോണ്ട് ഓർഡർ ഇൻ ദ ഫോളോയിങ് സ്പീഷീസ്. കറക്റ്റ് ബോണ്ട് ഓർഡർ നമ്മൾ നേരത്തെ അവിടെ കണ്ടിരുന്നു. അത് തന്നെയാണ് ഇവിടേക്ക് നമ്മൾ എഴുതേണ്ടത്. O2 പ്ലസിന് 2.5ഉം O2ന് 2ഉം O2 ഒരു മൈനസ് വരുമ്പോൾ 1.5ഉം O2 2 മൈനസിന് 1ഉം. അപ്പോൾ ഇവിടെ ഞാൻ എഴുതാതെ ഇത് O2 പ്ലസിന് 2.5ഉം O2 മൈനസിന് 1.5ഉം O2
O2 പ്ലസ് നമ്മൾ എഴുതിയിട്ടില്ല. ഓക്കെ, നമുക്ക് നോക്കാം. O2 പ്ലസ് 2.5. ഓക്കെ, അപ്പോൾ ഇത് എന്തായാലും തെറ്റാണ്. കാരണം O2 പ്ലസ് ചെറുതാണ് എന്നല്ലേ, ലെസ് ദാൻ അല്ലേ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തെറ്റാണ് എന്തായാലും. കറക്റ്റ് ബോണ്ട് ഓർഡർ O2 പ്ലസ് 2.5 ശരിയല്ലല്ലോ. O2 പ്ലസ് 2.5 അല്ലേ? 2.5 ആണ്. ഇവിടെ റിപ്പീറ്റേഷൻ, അത് പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. യെസ്, ഇത് പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കണം. യെസ്, O2 പ്ലസ്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, O2 പ്ലസിനെ ഒന്ന് നോക്കണം. നമുക്ക് O2 പ്ലസിനെ നോക്കാന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സിഗ്മ O2 പ്ലസിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? O2ൽ 16 ആണ്. 2 പ്ലസ് എന്ന് പറയുമ്പോൾ 14 ഉണ്ടാവുള്ളൂ. 14 പറയുമ്പോൾ ചെറിയ മോളിക്യൂൾസിൻ്റെ ഫില്ലിംഗ് ആണ്. സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, പിന്നെ പൈ 2px ഉണ്ട്, പൈ 2py ഉണ്ട്. അപ്പോൾ ഇവിടെ 14 എന്ന് പറയുമ്പോൾ 2, 4, 6, 8, ഇവിടെ 2, അപ്പോൾ 12 അല്ലേ? 12. പിന്നെ സിഗ്മ 2pz 14. അപ്പോൾ ഇവിടെ വരുമ്പോൾ ബോണ്ട് ഓർഡർ എഴുതുമ്പോൾ ബോണ്ടിങ് 2, 4, 6, 8, 10 ഉണ്ട്. ആൻറ്റിബോണ്ടികൾ 4 ഉള്ളൂ. 10 - 4/2. അപ്പോൾ ഇത് 3 കിട്ടുക. 3 ബോണ്ട് ഓർഡർ. അപ്പോൾ O2 പ്ലസിന് ബോണ്ട് ഓർഡർ 3. O2 പ്ലസ് ബോണ്ട് ഓർഡർ 3. O2 പ്ലസിന് ബോണ്ട് ഓർഡർ 3. ഇവിടെ അത് സെയിം ആണ്. ഓക്കെ, ഇത് പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കണം. നമുക്ക് നോക്കാം. ഇവിടെ ബോണ്ട് ഓർഡർ 3. O2 പ്ലസിന് ബോണ്ട് ഓർഡർ 2.5 ആണ്. ഇത് O2 മൈനസിൻ്റെ ബോണ്ട് ഓർഡർ 1.5 ആണ്. അപ്പോൾ ഇത് 3 ആണ്. O2 മൈനസിന് നമ്മൾ പറഞ്ഞു 1.5 ആണ്. O2 പ്ലസിന് 2.5 ആണ്. അപ്പോൾ ഇവിടെ ലെസ് ദാൻ കറക്റ്റ് ബോണ്ട് ഓർഡർ. അപ്പോൾ എനിക്ക് തോന്നണമെന്ന് വെച്ചാൽ ഇത് ഇവിടെ ഒരു പ്രശ്നം വന്നായിരിക്കാം. ഇത് യെസ്, ഇവിടെ ഒരു കറക്ഷൻ വന്നതായിരിക്കണം ഓപ്ഷൻ ബിയിൽ. ബാക്കിയൊന്നും കറക്റ്റായിട്ട് വരുന്നില്ല. അപ്പോൾ ഇത് പ്രിൻറ്റിങ്ങിലെ മിസ്റ്റേക്കാണ്. ഈ ക്വസ്റ്റ്യനിൽ പ്രിൻറ്റിങ്ങിലെ മിസ്റ്റേക്കാണ്. ഇത് O2 പ്ലസ് ഉണ്ട്, O2 പ്ലസ് ഉണ്ട്. ഇത് വേറെ ഏതെങ്കിലും ആയിരിക്കാം, ലൈക്ക് O2 മൈനസോ O2 ഒക്കെ ആയിരിക്കാം. ഓക്കെ, O2 മൈനസോ O2 ആണ്. ഇപ്പോൾ O2 മൈനസ് ആണെങ്കിൽ ഇവിടെ നമുക്ക് 1.5 വരാം. അപ്പോൾ ഇതായിരിക്കും ആൻസർ. O2 മൈനസ് ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണ് ആൻസർ. അല്ലെങ്കിൽ O2 ആയാലും അതാണ് ആൻസർ. O2 ആണെങ്കിൽ ഇവിടെ 2 ആണ് വരിക. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ നോക്കുക. അത് O2 മൈനസ് ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഇതാണ്. അപ്പോൾ ബോണ്ട് ഓർഡർ എന്നുള്ള സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് മറ്റ് ടോപ്പിക്കുകളായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റ് ടോപ്പിക്കുകൾ വേറെ ഏതെങ്കിലും ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.